ലൈഫ് പർപ്പസ്ഫുൾ ആകുന്ന സമയത്ത് ഒരുമിച്ച് സംഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വൈ വി ആർ ലിവിങ് എന്ന് ചോദിച്ചാൽ നമ്മളെ പർപ്പസിലാണ് ജീവിക്കണമെങ്കിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മളെ ലൈഫ് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. മാത്രമല്ല, നമുക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ജീവിക്കുക എന്നുള്ള ഉദ്ദേശം അതിലുണ്ടായിരിക്കും. പക്ഷെ അതൊരിക്കലും ഒരു സാക്രിഫൈസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതൊരു എന്താ പറയുക, ഒരു കണ്ടൻമെൻറ്റും ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനിലൊക്കെ ആയിരിക്കും ലൈഫ് പോകുക എന്നുള്ളതാണ്. അപ്പം ഒരാൾ പർപ്പസ്ഫുൾ ആയിട്ടാണോ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് വിലയിരുത്താൻ, നമുക്കൊക്കെ തന്നെ വിലയിരുത്താൻ അതിൽ ഒരു മൊഡാലിറ്റി, നമ്മുടെ ലൈഫ് കൊണ്ട് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ, ആളുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ടോ, ആളുകൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലൊക്കെ നമ്മൾ കാരണം ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിതത്തെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു പടിയെങ്കിലും ഒരു പോയിൻ്റെങ്കിലും കൂടുതൽ ഒരു ഹോപ്പോട് കൂടി ഫെയ്ത്തോട് കൂടി എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതം കണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസിൽ തന്നെയാണ്. അതിനർത്ഥം ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് നമ്മൾ ജീവിച്ചു പോകാന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നോട്ടെ, ആ കടന്നു വരുന്ന സമയത്ത് നമ്മളതിനെ കൈകാര്യം ചെയ്ത് പോകുന്നത് നമ്മൾ പോലും അറിയാതെ ദൂരെ നോക്കി കാണുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർക്കത് കാണുമ്പം നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ നമ്മൾ അവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മഹാത്മാഗാന്ധിയാവും, നമ്മുടെ പ്രവാചകരൊക്കെ ജീവിച്ച് കാണിച്ചതിൻ്റെ ചെറിയൊരു അംശമെങ്കിലൊക്കെ ആയിട്ട് മാറും. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ നമ്മൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മുടെ ജീവിതമൊക്കെ ഒരു സന്ദേശമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അപ്പം നിങ്ങൾ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അതിൽ ഒന്ന് ഇതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ചുറ്റുമുള്ള ആർക്കൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ആരൊക്കെയോ നമ്മളെ ജീവിതം കണ്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണെ നിങ്ങളെ നോക്കി നിൽക്കുന്നതും നിങ്ങൾ കാണാതെ നിങ്ങളെ നോക്കി നിൽക്കുന്നതും കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് കിട്ടുന്നത്? നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഓ മൈ ഗോഡ് ഇത്ര കഷ്ടത്തിലാണോ, എന്നാൽ എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഓ മൈ ഗോഡ് ഇത്ര പ്രശ്നത്തിലാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ബിസിനസ്സിലേക്കൊന്നുമില്ല. ഓ മൈ ഗോഡ് ഇത്ര ബുദ്ധിമുട്ടിലാണോ, എന്നാൽ ഞാൻ പഠിക്കാനേ ഇല്ല. ഈ രൂപേണയുള്ള മെസ്സേജുകളാണ് നമ്മളെ ചുറ്റും നോക്കി നിൽക്കുന്നവർക്ക് നമ്മളെ അനുഭവിക്കുമ്പം അടുത്തൊന്നും അകലൊന്നും അനുഭവിക്കുമ്പം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആക്ച്വലി നമ്മൾ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. നമ്മുടെ ജീവിതം പർപ്പസ്ഫുൾ അല്ല എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ അതിനപ്പുറത്തേക്ക് ചലഞ്ചുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഉണ്ടായിരിക്കുക തന്നെ നമ്മളതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയും ആ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ലെങ്കിൽ കൂടി അതിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകുമ്പം അത് കണ്ടിട്ട് ചില ആളുകൾ നമ്മളോട് പറയാതെ തന്നെ ഇൻസ്പയർ ചെയ്തിട്ട് ചില ആക്ഷൻസ് എടുക്കുന്നുണ്ടായിരിക്കും നമ്മളൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഒരു കാരണമാകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫ് ഒരു പർപ്പസ്ഫുൾ പാത്തിലാണ് എന്നൊരു സൂചന നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് മനാൽ പറഞ്ഞ് തീർത്തപ്പം അവിടുന്ന് തുടങ്ങാൻ തോന്നിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ആക്ച്വലി മനാലിൻ്റെ ലൈഫും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പല ആളുകൾക്കും ഒരു പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ, എനിക്ക് എന്തോ ക്വിറ്റ് ചെയ്യണം ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് ഒരു പടി കൂടി ഒരു സ്റ്റെപ്പ് കൂടി എടുത്ത് നോക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി ഹോൾഡ് ഓൺ ചെയ്ത് നോക്കാം എന്നതിലേക്കൊരു പ്രതീക്ഷ കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് മനുഷ്യരോട് ഭൂമിയിൽ ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ജീവിതം കൊണ്ട് എന്നെക്കൊണ്ടാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടങ്ങിയവർക്ക് പോലും തുടങ്ങാതിരിക്കാനുള്ള ഊർജ്ജമാണ് കൊടുത്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മളുടെ ജീവിതം കൊണ്ട്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം കൊണ്ട് തുടങ്ങിയിട്ട് വഴിയിൽ സ്റ്റെക്കായി പോയിട്ടുള്ള ആളുകൾ, എൻ്റെ വോയിസ് സ്റ്റെക്കാവുന്നുണ്ടോ? ചെറുതായിട്ടോ, ഒരു സെക്കൻഡ്. റെഡി? ഇപ്പോൾ ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. സോ അപ്പോൾ എന്ത് മെസ്സേജാണ് നമ്മളെ ചുറ്റിലുള്ളവർക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. അപ്പം ജീവിതത്തിൽ പല ചലഞ്ചുകൾ നമ്മളെ വന്ന് സമീപിക്കും. എല്ലാ രീതിയിലുള്ള അനുഭവ തലങ്ങളിലൂടെയും ആൽക്കെമിസ്റ്റിലൊക്കെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ സീസണുകളിലൂടെ നമ്മളെ ലൈഫ് എപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. പ്രകൃതി നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും, പ്രകൃതിയുടെ അവസ്ഥകളൊക്കെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അവസ്ഥകളൊക്കെ പ്രകൃതിയെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഏത് കാലാവസ്ഥയിലും നിലനിൽക്കുന്ന ആ പെയിൻറ്റിനാണല്ലോ മാർക്കറ്റ് കൂടുതലുണ്ടാവുക. നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണല്ലോ, മഴ വന്നിട്ടും വെയിൽ വന്നിട്ടും മങ്ങിപ്പോകാതെ
പൂപ്പൽ വരാത്ത, പായൽ വരാത്ത ഏത് പെയിൻ്റ് ഉണ്ടോ ആ പെയിൻറ് എന്നും ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ കാലാവസ്ഥകളൊക്കെ മാറി വരുമ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ആ ഷൈനിങ്, ആ ഗ്ലോ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അതിലാണ് നമ്മുടെ മെസ്സേജ് ഉള്ളത്, അതിലാണ് നമ്മുടെ പർപ്പസ് ഉള്ളത്, അതിലാണ് നമ്മുടെ വാല്യൂ ഉള്ളത് എന്നുള്ളതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് കൂടി സർവൈവ് ചെയ്യാതിരിക്കാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പടിയെങ്കിലും ഹോൾഡ് ചെയ്യാൻ, ഒരു പടിയെങ്കിലും ഒന്ന് സറണ്ടർ ചെയ്യാൻ ഒരു മെസ്സേജ് നമ്മുടെ ലൈഫിൽ നിന്നും നമ്മൾക്കും നമ്മുടെ ചുറ്റുള്ളവർക്കും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഓരോ ആഴ്ചകളിലും ഞാനിങ്ങനെ ഗൈഡ് ടോക്കിൽ വന്ന് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഒരു പക്ഷേ എവിടെയോ ഒന്ന് താഴ്ന്നു പോയ, എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു പ്രതീക്ഷ ഒരു പടി കൂടി ചേർത്ത് വെച്ച് ഒന്നൊരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾക്ക് അത് സഹായകമാകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പർപ്പസിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം ദൈവം വരച്ച് വെച്ച ജീവിതം, ദൈവം എഴുതി വെച്ച ജീവിതം, ദൈവം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ജീവിതം തീർന്നിട്ടില്ല. നമുക്ക് അന്നവും ശ്വാസവും വെളിച്ചവും ഒക്കെ ഇത്ര കാലത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിലുള്ള സാധനം മൊത്തം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു അസറ്റും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല, സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് സ്പെൻഡ് ചെയ്ത് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജീവിതം സ്റ്റക്കായി, ജീവിതം തീർന്നു, ഇവിടെ കഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് പിറകോട്ട് നോക്കാം. പിറകോട്ട് നോക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാവും എത്ര സമയങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതോടുകൂടി തീർന്നു എന്ന്, ഇതോടുകൂടി തീർന്നു. പക്ഷെ ഒന്നും തീർന്നിട്ടില്ല, ഒന്നും തീരാതെ തോരാതെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ജീവിക്കാനാണ് ഇവിടെ വന്നതെങ്കിൽ ജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ജീവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജീവിച്ചേ പറ്റൂ എന്ന് മുകളിൽ നിന്നും ഡയറക്ടറായിട്ടുള്ള കഥാപാത്രത്തെയൊക്കെ തിരഞ്ഞെടുത്ത് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ തീരുമാനിച്ചെങ്കിൽ അയച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മുകളിൽ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ചെയ്തേ പറ്റൂ, കാരണം നീ ഈ ജീവിതം ജീവിച്ച് തീർത്തേ പറ്റൂ. ഇത്ര കഠോരമായിട്ടുള്ള അവസ്ഥയിലൂടെ ജീവിക്കാനോ എന്നെക്കൊണ്ടാവൂല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കഥാപാത്രത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പം കുറച്ച് മുന്നേയൊക്കെ ആണെങ്കിൽ ഈ സിനിമയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ, സിനിമയിലേക്ക് റോള് തേടി പോണ പോലെയാണല്ലോ നമ്മൾ ഈ ഭൂമിയിലേക്ക് റോളുകളൊക്കെ എടുത്ത് വന്നത്. കുറച്ച് മുന്നേയൊക്കെ ആണെങ്കിൽ സിനിമയിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ആദ്യം നോക്കുക നായകൻ്റെയോ നായികയുടെയോ വേഷം കിട്ടുമോ എന്നുള്ളതാണ്. പിന്നെ കുറച്ചുകൂടി നല്ലതാണെങ്കിൽ നായകരെ അസിസ്റ്റൻ്റ് ചെയ്യുന്ന വേഷം. വില്ലൻ ആവാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഡാർക്ക് ഷെയ്ഡുള്ള അല്ലെങ്കിൽ വില്ലൻ കഥാപാത്രങ്ങളൊന്നും ചെയ്യാനും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം എപ്പോഴും കളർഫുള്ളായിട്ട് നിൽക്കുന്നത് നായകനായതുകൊണ്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് നായകനോ നായികയോ എന്ന കഥാപാത്രത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു കഥാപാത്രത്തെ അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യുക, അത് ആടിത്തീർക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല നായക കഥാപാത്രങ്ങളും ഇന്ന് വില്ലൻ കഥാപാത്രങ്ങളിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നായകനോ വില്ലനോ എന്നുള്ളതല്ല വിഷയം, കിട്ടിയ വേഷത്തെ എത്ര നന്നായിട്ട് നമുക്കതിൻ്റെ ആഴം ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു, അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കുമെന്നുള്ള. ഇതിനർത്ഥം നമ്മളെല്ലാവരും ജീവിതത്തിൽ മറ്റുള്ളവർ ജീവിതത്തിലെ വില്ലന്മാരായിട്ട് മാറുക എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇനി ചിലർ ചിന്തിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ വില്ലൻ കഥാപാത്രം ഏറ്റെടുത്തിരിക്കുന്നു, ഈ കുടുംബത്തിലെ വില്ലൻ ഞാനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അതുകൊണ്ട് ഈ വേഷം അങ്ങ് ഉഷാറായിട്ട് ഞാൻ ആടിത്തീർക്കും. എല്ലാവർക്കും വില്ലൻ്റെ ഇടപെടൽ വല്ല ജോർജ് സാറായിട്ടോ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് കിരിക്കാടൻ ജോസായിട്ടൊക്കെ ഞാൻ ഇനി തുടങ്ങുന്നു. അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, വേഷങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതി പിന്തിരിയുന്നിടത്തുനിന്നാണ് നമ്മളുടെ പർപ്പസിൽ നമ്മൾ പിറകോട്ട് പോകുന്നത്. ഈ ഭൂമിയിൽ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ മൊമെൻറ്റുകളും നിങ്ങൾക്ക് എടുക്കാനുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഈ നിമിഷത്തിൽ നിങ്ങൾ ഇവിടെയാണ് ഇരുന്ന് ഈ ക്ലാസ് കേൾക്കലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളിവിടെ ഇരുന്നേ പറ്റൂ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എങ്ങനെയൊക്കെ തെന്നിപ്പോയാലും ഇവിടെയാണ് നിങ്ങളുടെ നിമിഷത്തിൽ ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഉണ്ടാവുക. ദൈവം നിങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്ന് ഉദ്ദേശിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നതാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇവിടെ ഇപ്പം എന്തിനാണ് എന്നാണെങ്കിൽ, ഇവിടെ ഉണ്ടാവലാണ് ഉദ്ദേശമെങ്കിൽ ആ ദൈവികമായ ഉദ്ദേശത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഇപ്പം പലരും പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ നിർബന്ധിച്ചിട്ടൊക്കെ ഗൈഡ് ടോക്കിലൊക്കെ വന്നിരുന്നു, എനിക്കൊരു തേങ്ങയും കിട്ടിയില്ല, എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളത്. അതാരോ നിർബന്ധിച്ച് കൊണ്ടിരുത്തിയതായിരുന്നു. പക്ഷെ അവർ നിർബന്ധിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു, കയറണ്ട, വരണ്ട, ഈ വഴിക്കേ വരണ്ട.
ഇങ്ങനെയൊക്കെ ആയിട്ടോ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ലെഫ്റ്റ് അടിച്ച് പോവാം. ഈ ഓപ്ഷനൊക്കെ ഉണ്ടായിട്ട് ആ ഓപ്ഷനൊന്നും ക്ലിക്ക് ചെയ്യാണ്ട് എന്നിട്ടും എന്ത് തേങ്ങയായി പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ ഈ തേങ്ങയും മറ്റേ ഇതൊന്നും പാലെടുക്കുന്ന പരിപാടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാരണം നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ടെന്നുള്ള. അല്ലെങ്കിൽ ചോദിക്കില്ല ഞാനിപ്പോൾ എന്തിനും ഇത്രയും നേരം അവിടെ ഇരുന്നത്. അപ്പം എനിക്ക് ഞാൻ തിരഞ്ഞെടുത്തതിനപ്പുറത്തേക്ക് വേറെ എന്തോ ഒന്ന് എന്നെ തിരഞ്ഞെടുത്ത് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന് ഇറങ്ങിപ്പോയ കുറേ ആൾക്കാർ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ അവർ സ്വമേധയാണ് വരുന്നത്. ഇപ്പോൾ റൈറ്റ് ടൈമാണ്, ഇപ്പോൾ എനിക്ക് ശരിക്കും ഇവിടെ വരണതാണ്. അപ്പോൾ അന്ന് ഒരു എൻറോൾമെൻറ്റിന് അഡ്മിഷന് വന്നതാണ്. ചില കുട്ടികളെ സ്കൂളിൽ ചേർത്താൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഇതാണ് സ്കൂൾ, ഇത് എന്ത് സ്കൂളാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കായിരിക്കും പിന്നെ സ്കൂൾ വിട്ടു പോകാനോ തോന്നില്ല. അപ്പം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ടഫ്നെസ്സുകൾ, ചലഞ്ചുകളൊക്കെ വരുമ്പം ആ അനുഭവത്തിലൂടെ എത്തിച്ചേരാനുള്ള കൺക്ലൂഷനിലേക്കുള്ള ഒരു എൻറോൾമെൻ്റ് ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെപ്പോഴും ചിലപ്പോൾ ചലഞ്ചിങ് ആയിരിക്കും, ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും, ഡിസ്റ്റർബിംഗ് ഒക്കെ ആയിരിക്കും എന്നുള്ള. പക്ഷെ നമ്മൾ ആ നിമിഷത്തിൽ അവിടെ ഉണ്ടെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് ഏറ്റെടുക്കുക, എസ്കേപ്പ് ചെയ്യാതിരിക്കുക, മാറി നിൽക്കാതിരിക്കുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ അഡ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ തിരഞ്ഞെടുക്കാത്തതാണ് ഈ മേഖലയെങ്കിൽ കൂടി, ഈ പാതയെങ്കിൽ കൂടി, ഈ മേഖലയിൽ എന്നെ കൊണ്ടുവച്ചതിൽ മുകളിലുള്ളവൻ എന്തോ ഒന്ന് എന്നിലൂടെ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് തിരയുക. അത് തിരയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കും. കുറേ കാര്യങ്ങൾ നടക്കാമെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഉള്ള പല സെഷനിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പാത എന്നെക്കൊണ്ട് തിരഞ്ഞെടുക്കുന്നതിലൂടെ, എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിലൂടെ ഞാൻ എത്തിച്ചേരേണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ കൂടി തിരഞ്ഞെടുക്കാൻ പാകപ്പെട്ട, ഞാൻ ബോധപൂർവം തിരഞ്ഞെടുക്കേണ്ട ശരിയായൊരു വഴിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുന്നിടത്ത് മനുഷ്യൻ്റെ തിരഞ്ഞെടുക്കലും സൃഷ്ടാവിൻ്റെ തിരഞ്ഞെടുക്കലും തമ്മിൽ ആദ്യം എപ്പോഴും കോൺഫ്ലിക്റ്റിലായിരിക്കും. സൃഷ്ടാവ് ഒന്ന് തിരഞ്ഞെടുത്ത് വെച്ചത് നീ തിരഞ്ഞെടുത്തത് എന്താണോ അതിലേക്ക് നിന്നെ കടഞ്ഞെടുത്തുകൊണ്ട് എത്തിക്കാൻ നീ തിരഞ്ഞെടുക്കാത്ത എന്തെങ്കിലും ആദ്യം ഒരു പക്ഷേ സൃഷ്ടാവ് നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നേക്കാം. ഞാൻ ചോദിച്ചത് ആത്മവിശ്വാസമാണ്, സൃഷ്ടാവ് നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ആത്മവിശ്വാസമല്ല, നിനക്ക് അപമാനിക്കപ്പെടുന്ന കുറേ അനുഭവങ്ങളാണ്. അപ്പം ഞാൻ തിരഞ്ഞെടുത്തത് ആത്മവിശ്വാസമാണ്, എനിക്ക് തന്നത് അപമാനമാണ് എന്ന് പറയുമ്പം അപമാനം നിനക്ക് തിരഞ്ഞെടുത്ത് തന്നതിലൂടെ അത് നിന്നെ കടഞ്ഞെടുത്ത് നീ ആത്മവിശ്വാസമുള്ളവനായിട്ട് മാറുന്നു. ആത്മവിശ്വാസമുള്ളവനായി മാറിയപ്പം ഞാൻ തേടിയത് കോൺഫിഡൻ്റ് ആകാന്നുള്ളതായിരുന്നു, അത് ഞാൻ ആയി മാറിയിരിക്കുന്നു. പക്ഷേ അവിടെ അപമാനിക്കലോ അല്ലെങ്കിൽ നിൻ്റെ ധൈര്യം ചോർന്നു പോകുന്ന രീതിയിലുള്ള അനുഭവങ്ങളിലൂടെയോ നിന്നെ കടത്തി വിടുക എന്നത് അതിനാവശ്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതില്ലാതെ എനിക്ക് ആത്മവിശ്വാസം വേണം, അതില്ലാതെ എനിക്ക് അറിവ് വേണം, അതില്ലാതെ എനിക്ക് വളർച്ച വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അതിനോടൊപ്പം വരുന്നൊരു സംഭവമുണ്ട്, അതിലേക്ക് പാകപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം. അതിനെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു കോംബോ പാക്കാന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ, സന്തോഷം തിരഞ്ഞെടുക്കുന്ന ഒരാൾ സന്തോഷവാനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും സന്തോഷത്തിൽ തന്നെ നിൽക്കണം. സന്തോഷത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റിലുള്ള എല്ലാ സന്തോഷമില്ലാത്ത അവസ്ഥകളെ കൂടി നമ്മൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവണം. അതൊന്നും ഒളിച്ചോടാൻ വേണ്ടി പറ്റില്ല. എനിക്ക് സന്തോഷം വേണം എന്നൊരാൾ തീരുമാനിക്കുന്ന മൊമെൻറ്റിൽ ആ സന്തോഷം എനിക്ക് കൈമുതലാക്കി കിട്ടാൻ സന്തോഷമില്ലാത്ത അവസ്ഥകളെ എനിക്ക് നേരിട്ടേ പറ്റുള്ളൂ. അതിൽ നിന്നും തന്നെയാണ് ഞാൻ സന്തോഷത്തെ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടത് എന്നൊരു കാര്യമുണ്ട്. എനിക്ക് ബാലൻസ് വേണം എന്ന് പറഞ്ഞ സമയത്ത് ബാലൻസ് തെറ്റുന്ന മൊമെൻറ്റുകളിൽ നിന്നാണ് ബാലൻസ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ബാലൻസ് തെറ്റുന്ന മൊമെൻറ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്കും ബാലൻസ് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, റിത്തം കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, അലൈനിങ് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല, ഹാർമണി കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. ഇത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് നമ്മളെല്ലാവരും ഈ ഭൂമിയിലുള്ളത്. എല്ലാവരും എവിടെയൊക്കെ ബാലൻസ് തെറ്റുമ്പം അല്ലെങ്കിൽ ഫ്ലോ തെറ്റുമ്പോഴാണല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കയറി ഇരുന്നിട്ട് ഒന്ന് മെയിൻ്റനൻസ് നടത്തി അങ്ങ് പോകാറുള്ളത്. പിന്നെ വീണ്ടും പോയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ബാലൻസ് തെറ്റി റിത്തമൊക്കെ പോയി തോന്നുമ്പം വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇതിവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. പക്ഷെ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഒന്ന് ഇവിടെ വരുന്നു, ഒന്ന് റിപ്പയർ ചെയ്യുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു എന്നുള്ള. സോ ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ദ ബാലൻസ്. ബാലൻസ് കണ്ടെത്തുക എന്നതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ബാലൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ ബാലൻസിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് ബാലൻസുകൾ കണ്ടെത്താനുണ്ട്. ഞാനിതിന് ഉദാഹരണം പറയൽ, സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത ഒരുത്തൻ ആദ്യം സൈക്കിളിൻ്റെ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്താതെ ആ ബാലൻസിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം
ആ ബാലൻസിൻ്റെ മുകളിൽ ഇനി വല്ല ബാലൻസ് ഉണ്ടെങ്കിൽ അതവൻ നോക്കും. അപ്പോൾ കൈ വിട്ടിട്ട് എങ്ങനെ സൈക്കിൾ ഓടിക്കുക, അത് അടുത്ത വേറൊരു ബാലൻസാണ്. അപ്പോൾ അവൻ അതിനായിരിക്കും പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവന് കുറച്ചുകൂടി ഡിഫറെൻ്റായി. കുറേ ആൾക്കാർ സൈക്കിൾ ഓടിക്കാനേ അറിയാതിരിക്കുന്നു, കുറച്ച് ആൾക്കാർ സൈക്കിൾ ഓടിക്കുന്നു, അപ്പം ഇവനിക്കൊക്കെ അത് കിട്ടി, എനിക്കിത് കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ പേര് സൈക്കിൾ ഓടിക്കുന്നതിന് കൂടുതൽ വീണ്ടും കുറച്ച് പേരെന്ത് ചെയ്യുന്നു, കൈ വിട്ടിട്ട് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നവന് ഇവന് കൈയൊക്കെ വിട്ട് ഓടിക്കാനുള്ള ബാലൻസ് ഉണ്ട്, എനിക്ക് ആ ബാലൻസ് ഇല്ല. ചില ആൾക്കാർ കൈ വിട്ട് ഓടിക്കാത്തത് മാത്രമല്ല, സൈക്കിളിൻ്റെ മുകളിൽ കയറുന്ന സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ തല തിരിഞ്ഞിരുന്നിട്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പം ആദ്യം ബേസിക്കലി നമുക്ക് വേണ്ടതൊരു ബാലൻസാണ്. ആ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബാലൻസിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് നമുക്കതിനെ ആസ്വദിക്കാനുള്ള. അപ്പോൾ ആദ്യം കിട്ടേണ്ടത് ബാലൻസാണ്. ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് തലത്തിലേക്കും ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണയാണ് ജീവിതത്തിൻ്റെ രഹസ്യം തേടി നടക്കുന്നവർ, ജീവിതത്തിൻ്റെ ബാലൻസ് തേടി നടക്കുന്നവരൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനൊരിക്കലും നിഷേധിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ നിഷേധിക്കാതെ തന്നെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, ദൈവം എന്നത് നിഷേധിക്കാനാകാത്ത സത്യമാകുന്നു. ദൈവത്തെ കണ്ടെത്തുന്നതിലൂടെ, ദൈവികതയെ കണ്ടെത്തുന്നതിലൂടെ മനുഷ്യൻ എല്ലാത്തിൻ്റെയും ബാലൻസ് കണ്ടെത്തുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെയും ബാലൻസ്, റിത്തം, ഹാർമണി, അലൈൻമെൻറ്റ്, ജോമെട്രി ഒക്കെ ബാലൻസിൽ കൊണ്ട് നടക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിപാലകനായിട്ടുള്ള ദൈവം തമ്പുരാനാണ്. അപ്പോൾ ആ ബാലൻസ് എത്രമാത്രം ബാലൻസിൻ്റെ സ്രോതസ്സ്, താളത്തിൻ്റെ റിത്തത്തിൻ്റെ സ്രോതസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിവിനിറ്റിയാണ്. അപ്പം ഒരിക്കലും നിഷേധിക്കാനാകാത്ത സത്യമാകുന്നു, ബാലൻസിൻ്റെ സ്രോതസ്സാകുന്നു സൃഷ്ടാവ് എന്ന് പറയുമ്പം, സൃഷ്ടാവിനെ അന്വേഷിക്കുമ്പോൾ പോലും സൃഷ്ടാവല്ലാത്ത, സൃഷ്ടാവെന്ന ബാലൻസിൽ നിന്നും മാറ്റിക്കളയുന്ന, സൃഷ്ടാവെന്ന ബാലൻസ് സോഴ്സിൽ നിന്നും മാറ്റിക്കളയുന്ന എല്ലാത്തിനെയും നിഷേധിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. നിഷേധിച്ച് 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 വേണം നെയ്സെയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ നിഷേധിച്ച് 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 നെയ്തി 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 എന്ന് പറഞ്ഞതുപോലെ നിഷേധിച്ച് 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 വേണം സൃഷ്ടാവാകുന്ന സത്യം കണ്ടെത്താൻ. പക്ഷെ നിഷേധിക്കണമെങ്കിൽ ആ നിഷേധിക്കാനുള്ള കാര്യങ്ങളെ നമുക്ക് കാണണം, നമ്മുടെ ജീവിതത്തിൽ കാണണം, അനുഭവിക്കണം. എന്നിട്ടേ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുള്ളൂ. വെള്ളം കുടിച്ചിട്ട് ഈ കുടിക്കുന്ന വെള്ളം ഞാൻ അനുഭവിക്കുന്നു, ഈ വെള്ളത്തിൻ്റെ രുചി ഞാൻ അറിയുന്നു, ഈ വെള്ളം എൻ്റെ ദാഹം തീർക്കുന്നു, പക്ഷേ ഈ വെള്ളം ദൈവം അല്ല എന്ന് നിഷേധിച്ചുകൊണ്ട് തന്നെ വേണം ദൈവമായതിലേക്ക് എത്താൻ. അതുപോലെ തന്നെ കാറ്റ് എന്നെ വന്ന് സ്പർശിക്കുന്ന സമയത്ത് കാറ്റ് ഞാൻ ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് സ്വീകരിക്കേണ്ട വേണം. അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിഷേധിക്കുകയാണെന്ത്, ഈ കാറ്റ് എന്ന് പറയുന്നത് ദൈവമല്ല, ദൈവം എനിക്ക് അയച്ചിട്ടുള്ള ആസ്വാദനമാണ്, ആശ്വാസമാണ് ഈ കാറ്റ്. അപ്പോൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉൾക്കൊണ്ട് അതിനെ അനുഭവിച്ചിട്ട് ഈ അനുഭവിക്കാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർ ഏകമായ സത്യത്തിലേക്ക് അന്വേഷണ യാത്ര നടത്താറുള്ളത്. ഇതേപോലെ തന്നെ ബാലൻസ് അന്വേഷിക്കുന്ന ഒരാൾ, റിത്തം അന്വേഷിക്കുന്ന ഒരാൾ, ഫ്ലോ അന്വേഷിക്കുന്ന ഒരാൾ ഏത് സ്രോതസ്സിലാണോ അതുള്ളത്, അത് എവിടെ നിന്നാണോ ഡെലിവർ ചെയ്യണത്, ആ ഡെലിവർ ചെയ്യുന്ന ഷോപ്പാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എവിടെ കിട്ടും അതാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് താളം വേണം, എൻ്റെ ജീവിതത്തിന് എനിക്ക് കളർഫുൾ ആക്കണം, എൻ്റെ ജീവിതത്തിന് എനിക്കൊരു ഒഴുക്ക് വേണം, എൻ്റെ ജീവിതത്തിന് ഒരു ബാലൻസ് വേണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഇതെവിടെ കിട്ടും എന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചു നോക്കിയാൽ ഈ ചുറ്റിലും ഇതേ ഉള്ളൂ. ഈ ചുറ്റിൽ മുഴുവനും, നമ്മുടെ പരിസരങ്ങളിൽ മുഴുവനും ഒഴുക്കും താളവും ഒക്കെ തന്നെ ഉള്ളൂ. പ്രകൃതി മുഴുവൻ അതാണ്. അപ്പോൾ ഇതിലൊക്കെ കാണുന്നുണ്ട്, ഈ സാധനം ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പം എവിടേക്കാണോ അത് പ്രകടമായിരിക്കണത് അവിടേക്കൊക്കെ നോക്കിയിട്ട് ഇതിലൊക്കെ അതുണ്ട്, ഇതിലെല്ലാത്തിലും ആ റിത്തമുണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും സ്രോതസ് എവിടെയാണ്, അവിടെ പോയിട്ട് ഞാനും കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എനിക്കും ആ റിത്തം കിട്ടും. ഇന്ന് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ ഷാന പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മളിൽ സംഭവിക്കുന്നതാണ്. നമ്മളിൽ മെഡിറ്റേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളതിലേക്ക് എത്തിച്ചേർത്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ നമ്മളിൽ സംഭവിച്ചോളും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വിഷയങ്ങളും അത് നമ്മളിൽ സംഭവിക്കാനായിട്ട്, പ്രകൃതിയിലൊക്കെ ഒഴുക്കും താളവും ഹാർമണിയും അലൈനിങ്ങും റീജനറേഷനും റീനർച്ചറിങ്ങും ഗ്രോത്തും ഒക്കെ ഉണ്ടെങ്കിൽ
ഇത് നമ്മുടെ ചുറ്റിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളെ ആരോ ആകർഷിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നമുക്കിതൊക്കെ നിഷേധിക്കപ്പെട്ടതുപോലെ തോന്നുന്നു. എനിക്കെന്താ ഈ താളം കിട്ടാത്തത്, എനിക്കെന്താ ഈ ഒഴുക്ക് കിട്ടാത്തത്, പക്ഷെ ഇതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തോ കാണിച്ച് നുണപ്പിക്കുന്നു, എന്തോ കാണിച്ച് കൊതിപ്പിക്കുന്നു, എന്തോ കാണിച്ചിട്ട് നമുക്കുള്ളിലൊരു കൊതി ഉണ്ടാക്കി തരുന്നു. നോക്കിയാൽ വെള്ളം കാണിച്ചിട്ട് ദാഹിപ്പിക്കുന്നു. അപ്പം വെള്ളത്തിനോട് നമുക്ക് കൊതി വരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരാഗ്രഹമുണ്ട്, നമുക്കൊരു കൊതിയുണ്ട്, ഈ പ്രശ്നങ്ങളൊന്ന് തീർന്നിരുന്നെങ്കിൽ. നമുക്കൊരു കൊതിയുണ്ട്, ഈ കുറച്ചുകൂടി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി മാനസികമായിട്ടൊരു ഉന്മേഷം സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടി മെച്ചപ്പെട്ട ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ. നമ്മൾ നോക്കേണ്ട കാര്യം, എന്നിൽ എന്ത് കുറയുന്നോ അതൊക്കെ എൻ്റെ പുറത്ത് നിറഞ്ഞിരിക്കണം നമ്മൾ കാണുന്നുണ്ട്. എന്നിൽ എന്ത് നിറഞ്ഞിരിക്കുന്നുവോ, പക്ഷേ എന്നിലൊരു കാര്യം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പുറത്ത് എന്താണോ കുറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കാണത്തുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എന്നിൽ എന്ത് കുറയുന്നോ, അപ്പോൾ എൻ്റെ അകത്ത് എന്തോന്ന് കുറഞ്ഞിരിക്കുന്നു, എൻ്റെ പുറത്ത് എന്തോന്ന് കൂടിയിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് പരാതി ഉണ്ടാവുന്നത്. എൻ്റെ അകത്ത് എന്തോന്ന് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ പുറത്ത് എന്തോന്ന് കുറഞ്ഞിരിക്കുന്നു. നമുക്ക് പരാതികളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നുള്ള. ഓക്കെ, എൻ്റെ മാസ വരുമാനം 20,000 രൂപയാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് പേരുണ്ട്, അവർക്ക് മാസ വരുമാനം 5,000 രൂപ മാത്രമേ ഉള്ളൂ. എന്നിൽ നിറഞ്ഞിരിക്കുന്നു, അവരിൽ കുറഞ്ഞിരിക്കുന്നു. എനിക്ക് പരാതികളൊന്നുമില്ല. എന്നാൽ എൻ്റെ അതേ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ എനിക്ക് 20,000 രൂപ സാലറി, എൻ്റെ കൂടെ എനിക്ക് ശേഷം വന്ന ഒരാൾക്ക് 30,000 രൂപ സാലറി. എനിക്ക് കുറഞ്ഞിരിക്കുന്നു, അവർക്ക് കൂടിയിരിക്കുന്നു. അവിടെ നമുക്ക് പരാതിയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തോ ഒന്ന് കുറയുന്നു, പുറത്തെന്തോ ഒന്ന് നിറയുന്നു. അപ്പോഴാണ് നമുക്ക് പരാതികൾ ഉണ്ടാകുന്നത്. ഈ ഉള്ളിൽ കുറയുകയും പുറത്ത് കൂടുകയും ചെയ്യുമ്പം അവിടെ ഒരു ഇംബാലൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ആ ഇംബാലൻസ് നമുക്കുള്ളിൽ പരാതിയാണ് ഉണർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്കുള്ളിൽ ദാഹമാണ് ഉണർത്തുന്നതെങ്കിൽ, നമുക്കുള്ളിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസ് ആണ് ഉണർത്തുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മളെ ആകർഷിക്കാനും നമ്മളെ കൊതിപ്പിക്കാനും എന്തോ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും പുറത്തേക്ക് നോക്കി പരാതി പറയാനാക്കരുത്, പുറത്തേക്ക് നോക്കി പരതാൻ വേണ്ടിയിട്ടാക്കുക, അന്വേഷിക്കാൻ വേണ്ടിയിട്ടാക്കുക. അപ്പോൾ എന്താണ് എന്നിൽ കുറഞ്ഞിരിക്കുന്നത്, എന്താണ് പുറത്ത് നിറഞ്ഞിരിക്കുന്നത്? അപ്പോൾ എനിക്ക് തരുന്ന മെസ്സേജ് എന്താണ്? നിൻ്റെ പുറത്ത് ഇത്രയും നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നിനക്കും നിറയാൻ നീ ഒന്ന് അന്വേഷിക്കുക, നീ ഒന്ന് തേടുക. നിനക്ക് ആരോഗ്യം കുറവാണ്, അപ്പം ആരോഗ്യം കുറഞ്ഞ ആൾക്ക് പ്രയാസങ്ങളുണ്ടാകുന്നു. അവൻ അന്വേഷിക്കേണ്ടത് ശമനമാണ്, ആരോഗ്യത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആരോഗ്യത്തെ അന്വേഷിക്കുന്നവന് അവൻ്റെ ചുറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിലും നിറഞ്ഞിരിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ശാരീരിക ആരോഗ്യം മാത്രമല്ല, ഹെൽത്തി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ അവൻ്റെ ചുറ്റുമുണ്ട്. അതിലേക്ക് നോക്കുമ്പം അവിടെയൊക്കെ ഹെൽത്തി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ളിലുള്ള ഒരു ബാലൻസ്, എന്തോ ഒരു പ്രവർത്തനം, അത് ഞാനെന്ന മനുഷ്യനിലും സംഭവിച്ചാൽ ഞാനും ഹെൽത്തി ആയിട്ടിരിക്കും. അതെന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ഇൻറ്റൻസിറ്റിയാണ് ആക്ച്വലി അത് നമുക്ക് കൂട്ടിത്തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുറയുക, പരാതിയുടെ അവസ്ഥ എന്നത് നമുക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്, ഒരിക്കലും നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് റൂമി ഒക്കെ പറഞ്ഞത്, മൗലാന റൂമിയൊക്കെ പറഞ്ഞത്, പെയിൻ ഈസ് ദ മെസ്സഞ്ചർ. പെയിൻ ഒരു മെസ്സഞ്ചറാണ്. വേദന എന്നത് ഒരു മെസ്സേജാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സഞ്ചർ എന്ന് പറയുമ്പം ഒരു ദൈവദൂതൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ മെസ്സഞ്ചറായിരിക്കുന്ന പെയിനിനെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അത് ഉണ്ടാകുമ്പോൾ മാത്രമേ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ, അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കതിനുള്ള പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഇഫ് യു ആർ സീക്കിംഗ് ദ ബാലൻസ് ഓഫ് ലൈഫ്, റിത്തം ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ താളം, ജീവിതത്തിൻ്റെ ബാലൻസ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിഷേധിക്കാതെ തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇത് മാത്രമാണ് സത്യം എന്ന് ചിന്തിക്കാതെ, ഇപ്പോൾ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഈ അവസ്ഥയാണ് ഞാൻ തിരഞ്ഞെടുക്കാതെ എന്നെ സൃഷ്ടിച്ചവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇത് ഞാൻ കൂടി തിരഞ്ഞെടുത്തേ പറ്റൂ. ഇപ്പം ഞാൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഞാനിത് തിരഞ്ഞെടുക്കുന്നില്ല എന്ന് പറയാതെ, ഞാൻ തിരഞ്ഞെടുക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണെങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി തിരഞ്ഞെടുക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ട്
എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, എന്നെക്കാളും നന്നായിട്ട് എനിക്ക് എന്ത് വേണമെന്ന് അറിയാവുന്നവൻ എനിക്കിപ്പോൾ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ ഞാനതിനെ നിഷേധിക്കുന്നില്ല, ഞാനതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ കാലാകാലത്തേക്കുള്ള യാഥാർത്ഥ്യം ഇതല്ല. ഞാൻ അതുമായിട്ട് ചേരുന്നു, അതിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്നു. ആ അവസ്ഥയിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോകലിനെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ തന്ന അവസ്ഥ എന്താണോ അതിന് നിങ്ങൾ പരിപൂർണമായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ വില്ലുമായിട്ട് നിങ്ങളുടെ ഡിസയർ അലൈൻ ചെയ്യണത്. ഈ അലൈൻമെൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമോ അത് അന്വേഷിക്കുമ്പോൾ കൂടുതൽ വേഗത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും മീതിയായതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഇവിടെ വന്നിങ്ങനെ എന്നതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ വെറുതെ ആൽക്കെമിസ്റ്റ് ബുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വെറുതെ ഇങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് അതിലിങ്ങനെ പറയുന്നൊരു ഭാഗം എന്ന് പറഞ്ഞത് ഈ സാന്റിയാഗോ യാത്രയൊക്കെ തുടങ്ങി ചില്ലുപാത്രക്കടക്കാരൻ്റെ അവിടെ എത്തി. അങ്ങനെ കുറച്ച് സമയം അവൻ അവിടെ നിന്ന് പൊടിയൊക്കെ തട്ടി അവസാനം അവൻ യാത്ര പറയാം. അവൻ്റെ കഥകളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ, അപ്പോൾ എൻ്റെ പൈസ ഒക്കെ ഫുള്ള് പോയി, ആടിനെ വിറ്റ് കിട്ടിയ പൈസ ഒക്കെ കള്ളം കട്ടുകൊണ്ടുപോയി, എൻ്റെ കയ്യിലൊന്നുമില്ല എന്നുള്ള അവൻ്റെ ദയനീയ അവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആ ചില്ലുപാത്രക്കടക്കാരൻ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, നിനക്ക് ആടിനെ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ തരാം, നീ പോയിട്ട് രക്ഷപ്പെട്ടോ എന്ന് പറയുമ്പം സാന്റിയാഗോ തിരിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അല്ല അത് വേണ്ട, ഞാനിവിടെ നിന്നോളാം, ഞാനിവിടെ പണിയെടുത്തോളാം, ഞാൻ പണിയെടുക്കണമെന്ന് നിങ്ങൾ കാശ് തന്നിട്ട് അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടുത്തി ഞാൻ സമ്പാദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ ആക്ച്വലി എന്താണോ ഡിവൈൻ വിൽ, അവനത് നഷ്ടപ്പെടുക എന്നുള്ളത് ഡിവൈൻ വില്ലായിരുന്നു. അവൻ തിരഞ്ഞെടുത്തത് ഈജിപ്തും പിരമിഡാണ്. അതിൻ്റെ ഇടയിൽ പൈസ മോഷണം പോകുക എന്നുള്ളത് അവൻ തിരഞ്ഞെടുത്തിട്ടില്ല. ഒരു ചില്ലുപാത്രക്കടയിൽ 1-2 വർഷം ജോലി ചെയ്യാന്നുള്ളത് അവൻ തിരഞ്ഞെടുത്തിട്ടില്ല. പക്ഷെ അതൊക്കെ ദൈവം അവനായിട്ട് തിരഞ്ഞെടുത്തതായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഓരോ മൈൽ സ്റ്റോണുകളായിരുന്നു. ഞാനിതാ യാത്ര പുറപ്പെട്ടു, നേരെ പോയിട്ട് ഈജിപ്തിലെത്തി, എൻ്റെ നിധി കിട്ടി, ഞാൻ തിരിച്ചു വന്നു. അങ്ങനെയാകുമ്പോൾ അതിനൊരു രസമില്ല. ആ യാത്രയ്ക്ക് ഇടയിലുണ്ടാകുന്ന കുറേ മൈൽ സ്റ്റോണുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രക്കാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫലമാണെന്ന് പറയാറുണ്ട്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വല്ലാത്ത ഫലമാണെന്ന് പറയാനുള്ള കാരണം ഒരു യാത്രക്കാരൻ വെറുതെ യാത്ര പോവുക എന്നുള്ളതല്ല സംഭവിക്കുന്നത്. ഒരു യാത്രക്കാരൻ ഒരു ലക്ഷ്യത്തെ ലക്ഷ്യമാക്കി ഇറങ്ങിയവനാണ്. അവനാണ് യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിയിൽ നമ്മളൊക്കെ യാത്രക്ക് ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവാം, ഇന്ന സ്ഥലത്താണ് എത്തേണ്ടത്. അപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സ് അന്വേഷണത്തിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പൊക്കെ യാത്ര എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പൊക്കെ ഇല്ലാത്ത യാത്രയാണ്, എന്തും സംഭവിക്കാം. അപ്പോൾ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് പണ്ടത്തെ ദീർഘയാത്രകളൊക്കെ നടക്കാറുള്ളത്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ അവരെ ജീവനെപ്പോലും സമർപ്പിച്ചുകൊണ്ടാണ് യാത്രക്ക് ഇറങ്ങുന്നത്. ആ സമയത്താണ് ദൈവത്തിന് സമർപ്പിച്ചതുപോലെ, പ്രകൃതിക്ക് സമർപ്പിച്ചതുപോലെ ശരിക്കും ഈ സെറ്റ് ഇറ്റ് ഫ്രീ, തവക്കൽത്തു അലല്ലാ എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ കറക്റ്റ് ആവൽ അപ്പോഴാണ്. എന്താകും എങ്ങനെയാകും എന്നൊക്കെ അറിയാതെ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ അവൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആ യാത്രക്കിടയിൽ അവൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തണമെന്ന് അവന് ഉറപ്പുണ്ട്, അവൻ ആ ഉറപ്പിൽ പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതൊക്കെ സ്വീകരിക്കാനുള്ള മനസ്സുകൂടി ഉണ്ടെങ്കിൽ അവൻ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. അതാണ് യാത്രക്കാരന് അത്രമാത്രം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പവർ ഉണ്ടാകുന്നത്. ഈ അടുത്തിടെ ലോകം കണ്ട നമ്മളൊക്കെ അഭിമാനമായിട്ടുള്ള യാത്രികനാണല്ലോ, സഞ്ചാരിയാണല്ലോ സന്തോഷ് ജോർജ് കുളങ്ങര സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിനോട് ഈ സോളോ ട്രിപ്പിനെ പറ്റി, സോളോ ജേണിയെ പറ്റി ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് സോളോ ജേണി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഒറ്റക്കാണ് യാത്ര ചെയ്യണതെങ്കിൽ കൂടി നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ കൂടെ ഒരു അസിസ്റ്റൻറ്റ് ഗൈഡ് ഉണ്ട്. അപ്പോൾ അത് സോളോ ആകുന്നില്ല. എവിടെ എപ്പോൾ എത്ര മണിക്കൂർ കൊണ്ട് എത്തും നിങ്ങൾക്കറിയാം. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ സോളോ ജേണി എന്ന് പറഞ്ഞാൽ ഒരു പാലം കയറുമ്പം ആ പാലത്തിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് പോലും അറിയാതെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ട് ജീവൻ പണയം വെച്ചിട്ട് എത്തിച്ചേരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മളെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു രീതിയുണ്ട് ആ യാത്രകൾ. അതിനെ നമുക്ക് സോളോ എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്നത്തെ സോളോ യാത്രകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിസ്ക്കും ഇല്ലാത്ത, ഒരു ചലഞ്ചും ഇല്ലാത്ത, തീരെ ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി പറയാണ്, റിലേറ്റീവ്ലി പറയാണ്. അപ്പം അതൊന്നുമില്ലാതെ എളുപ്പത്തിൽ പോകുന്ന, അപ്പോൾ അത് നമുക്ക് നമ്മുടെ സോളോ എന്ന് പറഞ്ഞാൽ സോൾ നറിഷിങ് യാത്ര ആയിരിക്കണം. നമ്മളും നമ്മുടെ ആത്മാവും വഴികാട്ടിയായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയിലായിരിക്കണം.
അപ്പോഴാണ് സാന്റിയാഗോ ഒക്കെ യാത്ര ചെയ്തതുപോലെ ജീവനെ ആകർഷിക്കുന്നു, അപ്പോൾ ജീവനെ കണ്ടെത്താൻ ജീവനെ തന്നെ തുറന്നു വിട്ടിട്ട് അങ്ങനെ സൂചനകൾ മനസ്സിലാക്കി സമർപ്പണത്തിലായി പ്രാർത്ഥനയിലായിട്ട് അങ്ങനെ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുമ്പം കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അപ്പോഴാണ് ഡെസ്റ്റിനേഷനേക്കാളും ബ്യൂട്ടി ആ ജേണിക്കായിരുന്നു എന്നൊരു സംഭവം മനസ്സിലാക്കാം. അപ്പോൾ ഈ രൂപേണ നമ്മൾ ഒരു യാത്രികൻ ഇറങ്ങിത്തിരിച്ച് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പവർ ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എത്ര മാത്രമേ ഉള്ളൂ, നമ്മൾക്ക് അതിൻ്റെ ഇടയിൽ വരാൻ പോകുന്ന എല്ലാ ഇൻസെക്യൂരിറ്റികളെയും നമ്മൾ എംബ്രേസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും യാത്ര മുന്നോട്ട് തന്നെയാണ്. അതാണ് സാന്റിയാഗോ കൂട്ടത്തിൽ ചേർന്ന് ഒട്ടകക്കാരുടെ കൂടെ പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ ഗൈഡ് പറയുന്നുണ്ട്, ഈ യാത്രക്കൊരു പ്രത്യേകതയുണ്ട്, ഇത് എന്ത് തന്നെ സംഭവിച്ചാലും യാത്ര മുന്നോട്ട് തന്നെയാണ്. ഇടയിൽ വെച്ച് ആരെങ്കിലും മരണപ്പെട്ടാൽ അവർ അതിന് വേണ്ട സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് യാത്രയുടെ നിയമമാണെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ ജീവിതത്തിൻ്റെ നിയമം അങ്ങനെ തന്നെയാണ്, മരണം വരെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എക്സിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഇല്ല, നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ നമുക്ക് പല പോയിന്റുകൾ നമ്മൾ മൈൻഡിൽ കാണുന്നുണ്ടായിരിക്കും, നമ്മൾ എത്തിച്ചേരേണ്ട ചില ഇടങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ എത്തിച്ചേരേണ്ട ഇടങ്ങളിലേക്ക് നമ്മൾക്ക് അറിയാത്ത ഇടങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ എത്തിച്ചേരേണ്ട ഇടങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റാമെന്നല്ല. ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത് മാത്രം അങ്ങനെ തന്നെ സംഭവിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എന്തിനെയാണോ തേടുന്നത് അത് നമ്മളെ കൂടി തേടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ആവർത്തിക്കുന്നു, നമുക്ക് എത്തിച്ചേരേണ്ട യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ തിരഞ്ഞെടുത്തോ അത് ചിലപ്പോൾ നമുക്കായിട്ട് ചില കടുപ്പമേറിയ വഴികൾ തുറന്നു വിടും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഉൾക്കൊള്ളാൻ കൂടി തയ്യാറാവണം. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ആ പോയിന്റിൽ എത്തിച്ചേരുമ്പോഴേക്ക് നമ്മൾ ചോദിക്കാത്ത കുറേ കാര്യങ്ങൾ കൂടി നമുക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ചോദിക്കാത്ത കുറേ ശക്തി കൂടി, അറിവ് കൂടി, കഴിവ് കൂടി നമ്മളിൽ താനേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത്, ഈ ജീവിതയാത്രക്കിടയിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത്, ആ ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ എത്താൻ വേണ്ടി ലക്ഷ്യമാക്കി നിങ്ങൾ അന്വേഷിക്കുമ്പം അതാരാണോ നിങ്ങൾക്ക് വേണ്ടി നടത്തി തരുന്നവൻ അവനെ കൂടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസം ഉണ്ടാക്കാനുള്ള ഒരു വഴി കൂടിയാണത്. അപ്പോൾ എത്രത്തോളമാണോ നമ്മളുടെ ദൈവത്തിലുള്ള സമർപ്പണബോധവും അർപ്പണബോധവും വിശ്വാസതലവും അത്രത്തോളം മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള. ഒന്നുകിൽ നമുക്ക് വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് അതിനുവേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ച് അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോയിട്ട് അതിലുണ്ടാക്കുന്ന ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ മറികടന്നെത്തുമ്പോഴേക്ക് നമ്മൾക്ക് നല്ലൊരു വിശ്വാസമുള്ള ആളായിട്ട് മാറാം. അല്ലെങ്കിൽ നമ്മൾ വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു, പക്ഷെ നമ്മുടെ വിശ്വാസതലം അതിന് ഇറങ്ങിത്തിരിച്ചിട്ട് നമ്മുടെ വിശ്വാസതലം വികസിപ്പിക്കാനായിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ചില അനുഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുമ്പം അതൊക്കെ കടുപ്പമേറിയതാണെന്ന് പറഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ദൈവവിശ്വാസം കൂടി നഷ്ടപ്പെട്ടു പോകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കൽ എളുപ്പമാണ്, ചോദിക്കൽ എളുപ്പമാണ്. പക്ഷെ ചോദിച്ചവൻ നിങ്ങളുടെ ചോദ്യത്തെ, ഓരോ ചോദ്യത്തെയും സീരിയസ് ആയി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കളിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക. ഒരു ഭാഗത്ത് പോയിട്ട് വിശാലമായ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നു. ഇത് ഓനി അസ്തജിബിലക്കും, ചോദിക്കുവിൻ ഉത്തരം നൽകപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞതുപോലെ ചോദിച്ചോളൂ, ചോദിക്കുമ്പോഴേക്ക് തന്നെ ഉത്തരം തരാൻ റെഡിയാണ്. അപ്പം നീ എന്താ ചോദിച്ചിരിക്കണത്, നീ എത്ര വലിപ്പത്തിലുള്ളതാ ചോദിച്ചിരിക്കണത്, അത് നിനക്ക് എളുപ്പത്തിൽ വേണമെന്നാണോ പറഞ്ഞത്, നിനക്കതിലേക്ക് എളുപ്പത്തിൽ എത്തണമെങ്കിൽ ഷോർട്ട് കട്ടിലൂടെ പോകണം. ഷോർട്ട് കട്ടിലൂടെ പോകണമെങ്കിൽ വഴി കുറച്ച് ഓഫ് റോഡായിരിക്കും, കുറച്ച് പണി ഉണ്ടായിരിക്കും എന്നതാണ്. എന്നാലും വേണ്ടിയില്ല, വേഗത്തിലെത്തിയാൽ മതി, എളുപ്പത്തിലെത്തിയാൽ മതി. അപ്പം വേഗത്തിൽ എത്താൻ ഒരു പക്ഷേ സഹായിച്ചേക്കാം, പക്ഷേ നീ ചിലപ്പോൾ ക്ഷയിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ട്. ഈ പാതയിലൂടെ നീ പോയാൽ ഒരു പക്ഷേ മറ്റുള്ളവരെത്തുന്നതിനേക്കാളും വേഗത്തിലെത്തിയേക്കാം, ഒരു പക്ഷേ വൈകിട്ടും എത്തിയേക്കാം. ദ പ്രോബ്ലം ഈസ് ഇത് നിൻ്റെ മനസ്സിൻ്റെ ശക്തിക്കനുസരിച്ചിരിക്കും. പക്ഷേ ഈ യാത്ര പൂർത്തീകരിക്കുമ്പോഴേക്ക് മറ്റാരെക്കാളും ത്രാണി നിനക്കുണ്ടായിരിക്കും, മറ്റാരെക്കാളും ശക്തി നിനക്കുണ്ടായിരിക്കും, മറ്റാരെക്കാളും ആത്മവിശ്വാസം നിനക്കുണ്ടാകും. അത് നിനക്ക് കൈമുതലായിട്ട് കിട്ടും. ഏത് വേണമെന്ന് തിരഞ്ഞെടുത്ത് കൊള്ളുക. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നമ്മുടെ മുന്നിലേക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പോയിട്ട് വലിയ കാര്യങ്ങളെ ചോദിക്കുന്നു, ഉത്തരം നൽകാനായിട്ട് ഉത്തരത്തിലുള്ളവൻ ഉത്തരത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക്
ജീവിതത്തിലേക്ക് പല പല വഴികളെ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ചോദിച്ച നമ്മൾ തന്നെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിരുന്നിട്ട് നമ്മുടെ വഴിയെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ നമ്മളിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചവനെ ചോദ്യം ചെയ്യാൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ, നിങ്ങൾ ആരോടാണോ ചോദിച്ചത് അവനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പുറത്ത് മാറിയിരുന്നിട്ട്. ഇത് കൺഫ്യൂഷനാണ്, ഇത് ഡൗട്ടാണ്, ഇത് പർപ്പസ്ഫുൾ അല്ല, ഇതൊരു സ്ട്രോങ് ഡെസിഷൻ അല്ല. നിൻ്റെ ചോദ്യം ശരിയാണെങ്കിൽ നീ തീരുമാനിച്ചതിന് ശേഷം, നീ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം നീ ചോദിക്കും. പല ആൾക്കാരും ചോദിച്ച് കഴിഞ്ഞിട്ടാണ് ആലോചിക്കൽ. ഞാൻ നേരെ തിരിച്ചിട്ട് ചോദിക്കുന്നതിന് മുന്നേ നീ ഇരുന്ന് ആലോചിച്ച് നീ തീരുമാനിച്ചുറപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ, തീരുമാനിച്ചുറപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളത് എനിക്ക് വിട്ടു തന്നേക്കുക. തീരുമാനിക്കുക, എന്നിട്ട് തവക്കുൽ ചെയ്യുക. ഡിസൈഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? സെറ്റിൽഫൈ ചെയ്യുക. ഡിസൈൻ ചെയ്യാൻ നീ നിൽക്കരുത്. ഡിസയറും ഡിസൈഡിങ്ങും അതാണ് നിൻ്റെ പാർട്ട്. ഡിസൈനിങ് എൻ്റെ പാർട്ടാണെന്നാണ് ഉത്തരത്തിലുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനക്ക് വേണ്ടിയിട്ടാണ് ഗൂഢാലോചന നടത്തുന്നതും അവന് വേണ്ടിയിട്ടാണ് റീ അലൈനിങ്ങും ഡിസൈനിങ്ങും ഒക്കെ നടത്തിയിട്ട് വേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? മറഞ്ഞിരുന്നു കൊണ്ട് നിനക്ക് നിൻ്റെ വിജയം ആവോളം ആസ്വദിക്കാൻ പാകത്തിന് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ഫുൾ പ്ലാന് തരാതെ ഈ യാത്ര കുറച്ചുകൂടി ആസ്വാദ്യകരമാക്കാൻ വേണ്ടിയിട്ട് മറഞ്ഞിരുന്നു കൊണ്ട് നിനക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് നീ ആരോടാണോ ചോദിച്ചത് അവൻ നിനക്കൊരു വഴി ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ഓരോ ഘട്ടവും നമ്മൾ മുന്നോട്ട് പോകുമ്പം ഞാൻ ചോദിച്ചതിലേക്ക് ഉള്ള സൂചനകളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് ഈ കഠോരമായിട്ടുള്ള അനുഭവങ്ങൾ മുന്നിൽ വന്ന് വീഴുമ്പം പോലും മറഞ്ഞിരുന്നിട്ട് എനിക്കൊരു പസിലായിട്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ചില സൂചനകൾ ഇട്ടുകൊണ്ട് എന്നത് മോസ്റ്റ് ത്രില്ലിംഗ് ആക്കി മാറ്റാണ്. അപ്പോൾ ഓരോ ഘട്ടത്തിലെത്തുമ്പം പോസ് ചെയ്തിട്ട് എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പം ലോകത്തിന് എന്ത് മെസ്സേജ് കൊടുക്കാനുള്ള ഹിസ്റ്ററിയാണ്, എന്ത് സ്റ്റോറിയാണ് കഥകൾ സൃഷ്ടിക്കുന്ന, ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന, ഭൂമിയെ സൃഷ്ടിച്ച് ചരിത്രത്തിനും കഥകൾക്കും സമയത്തിനുമൊക്കെ ഇടമുണ്ടാക്കിയവൻ എൻ്റെ ജീവിതത്തിലൂടെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഞാൻ ക്യാരക്ടറാണ്, ഓ ഡയറക്ടർ ഇന്നലെ ഞാൻ അറിയാണ്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ മാറ്റിയില്ലേ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹിസ്റ്ററി ആകുന്ന സമയത്ത്, ഈ മൂവി കാണുന്ന സമയത്ത് ഇങ്ങനൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിക്കൂല. അപ്പോൾ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ട് മാറും. എന്ന രൂപേണ നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്ന പോയിന്റിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളല്ല, ഡയറക്ടർ നമ്മളല്ല, നമ്മൾ ഹൈലി പെയ്ഡ് ആക്ടർ മാത്രമാണ്. നമ്മൾ എത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങൾ എടുക്കുന്നോ അത്രത്തോളം നല്ല പേയ്മെൻറ്റും നമുക്ക് കിട്ടും, റിവാർഡ്സും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ടർ മാത്രമാണ്. സോ നമ്മൾക്കൊരു മൂവി മൊത്തത്തിൽ കാണാൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു ആക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് ആകെ അറിയാവുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ കാണുമ്പോൾ ഓക്കെ ഇവിടെ എങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, അങ്ങനെ പല രീതിയിൽ കണക്ട് ചെയ്ത് പോലും മാത്രമേ അവർക്ക് പറ്റുന്നുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഓരോ പോയിന്റിലും എത്തുമ്പം ഒന്ന് പോസ് ചെയ്തിട്ട് ഇത് എങ്ങനെയായിരിക്കും ഹിസ്റ്ററി ആകുമ്പോൾ, ഇതെങ്ങനെയായിരിക്കും ഒരു കഥയാകുമ്പം, ഞാനൊരു മുത്തശ്ശിയോ മുതുമുത്തശ്ശനോ ആകുന്ന സമയത്ത് എൻ്റെ പേരക്കിടാങ്ങളെ എൻ്റെ മടിയിലിരുത്തി താലോലിച്ച് ഉറക്കാൻ പോകുന്ന സമയത്ത് പണ്ട് ഉപ്പൂപ്പ ഇങ്ങനെ എന്നുള്ള കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയത്ത് നമ്മളിതൊക്കെ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുമ്പം നമുക്ക് കുറച്ചുകൂടി ഒരു സാധനം അവിടെ കിട്ടും. അപ്പം ഈ കഥയിൽ എൻ്റെ കഥ കേട്ടിട്ട് എൻ്റെ കുട്ടിക്ക് ഈ പ്രകൃതിക്ക് പിറകിൽ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന സ്രോതസ്സാകുന്ന വെളിച്ചത്തെ, സത്യത്തെ അതിൽ കൈമോശം വരാനോ ആ ഒരു ധൈര്യം നഷ്ടപ്പെടാനോ ഉള്ള കഥകളാണോ എനിക്ക് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ എന്നെ കേട്ട് വളർന്നു വരുന്ന ആ കുട്ടിക്ക്, ആ കുഞ്ഞു മക്കൾക്ക് ആ മറഞ്ഞിരിക്കുന്ന ശക്തി എൻ്റെ ഉപ്പൂപ്പയുടെ ജീവിതത്തിലെ കഥ കേട്ടതുപോലെ എന്ന രൂപേണ കുറേ എക്സ്പെക്റ്റേഷൻസും ഹോപ്പും ഫെയ്ത്തുമാണോ കൊടുക്കുന്നത്? ഇതാണ് ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ നടക്കുന്ന ഓരോ വഴിയിലും നിങ്ങളുടെ തന്നെ കൂടെ ഒരു കുട്ടിയെ കരുതുക. കുട്ടിയെ നിങ്ങളിൽ നിന്നും തന്നെ വന്നിട്ടുള്ള, നിങ്ങൾക്ക് ശേഷം 1, 2, 3 തലമുറ കഴിഞ്ഞ് നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന നിങ്ങളുടെ ജനറേഷൻ, നിങ്ങളുടെ ജെനറ്റിക്സും കഷ്ണമായി വന്നിട്ടുള്ള നിങ്ങൾ തന്നെയാണത്. അങ്ങനെ ഒരു ഫ്യൂച്ചർ കുട്ടിയെ നിങ്ങളുടെ കൂടെ കാണുക. ആ കുട്ടിക്ക് നിങ്ങളുടെ കൂടെ ഇങ്ങനെ നടത്തിയിട്ട് ഇതടാ എൻ്റെ ജീവിതം ഇപ്പോൾ ഇവിടെ എത്തി നോക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുന്നേ കാണിച്ചു കൊടുക്കുന്ന, കൈ പിടിച്ച് നടത്തുന്ന ഒരാളാക്കി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കഥയാണ് ആ കുട്ടിയോട് പറയാനുള്ളത് എന്ന് നോക്കാം. ഇതുപോലെ തന്നെ നേരെ തിരിച്ചിട്ടും നിങ്ങളിപ്പോൾ ഇരിക്കുന്നിടത്തുനിന്നും മുത്തശ്ശനാകാൻ പോകുന്ന, മുത്തശ്ശിയാകാൻ പോകുന്ന നിങ്ങളുടെ ആ
ഫ്യൂച്ചർ സെൽഫ് ആളെ കൂടി സൈഡിൽ നിർത്തുക. എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ നോക്കുക, നിങ്ങൾ ഭയങ്കര സംഭവമാണല്ലോ, ഒന്നൊന്നര കഥയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി രചിച്ചുകൊണ്ടിരിക്കുന്നത്, കൊള്ളാട്ടോ എന്ന് കരുതിയിട്ട് അങ്ങേരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫ്യൂച്ചർ സെൽഫിനോടും യങ്ങർ സെൽഫിനോടും സംവദിച്ചുകൊണ്ടേയിരിക്കുക. എവിടെ ഇരുന്നിട്ട്? പ്രസൻറ്റിലിരുന്നു കൊണ്ട്. പക്ഷെ രണ്ട് ഭാഗത്തും നിങ്ങൾക്കൊരു ഹീറോയിക് ആയിട്ടുള്ള റോളാണ് നിങ്ങളിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ പ്രസൻറ്റും നിങ്ങളുടെ ഫ്യൂച്ചറും ആക്ച്വലി അലൈൻഡ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ എവിടെയാണോ എത്തിയിരിക്കുന്നത് അവിടെ മാത്രം പരതാതെ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നോ ഇതിലേക്ക് നയിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു നിങ്ങൾ ആലോചിക്കാം. ഇതിലേക്ക് നയിച്ച ചോദ്യങ്ങൾ ഈ അടുത്ത് മീഡിയയിൽ ട്രോൾ ചെയ്തുകൊണ്ട് കണ്ട ഒരു ചെറിയ റീൽ പോർഷന് മെൻ്റലിസ്റ്റ് അനന്തു എവിടെയോ ഷെയർ ചെയ്ത് ഞാൻ കണ്ടത്. ആളെന്നെ എടുത്ത് ഷെയർ ചെയ്തതാണ്. ആളുടെ റീൽ ആരോ കട്ട് ചെയ്തിട്ട് അതിനെ ട്രോളാക്കിയിട്ടിട്ട് ആൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ആൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതിൽ കോണ്ടൻറ്റ് ഇങ്ങനെയാണ്. അനന്തു ഒരു പോഡ്കാസ്റ്റിലിരിക്കുന്ന സമയത്ത് കൂടെയുള്ള ആൾക്കാരുടെ ആൾ ചോദിക്കുന്നുണ്ട്, ചോദ്യങ്ങളിൽ നിന്നും ഉത്തരങ്ങളിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങളിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നത്? മുന്നിലിരിക്കുന്ന ഒരു കിളി പോയിരിക്കുകയാണ്, ഇത് കാര്യം മനസ്സിലായിട്ടില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഇതിലും പല ആൾക്കാർക്കും കത്തിയിട്ടുണ്ടാവില്ല. ചോദ്യങ്ങളിൽ നിന്നും ഉത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, ചോദ്യം വരുന്നു, ഉത്തരത്തിലേക്ക് പോകുന്നു. നേരെ തിരിച്ച് ഉത്തരങ്ങളിൽ നിന്നും ചോദ്യങ്ങളിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവുന്നത്? വലിയൊരു പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ കണ്ടവർക്കൊന്നും മനസ്സിലാത്തതുകൊണ്ട് ആരൊക്കെ കൊടുത്ത് ട്രോൾ ചെയ്യും, എന്ത് തേങ്ങയായി പറയണമെന്നുള്ള പോലത്തെ കിളി പോയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആകെ സാരേ അത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെയോ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. നമ്മൾ ഏതോ ചോദിച്ച ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്കുള്ള ഇപ്പോഴത്തെ കൺക്ലൂഷനാണ്. തീർന്നിട്ടില്ല, ലൈഫ് തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നതിന് പിറകിലെ ചോദ്യങ്ങൾ എന്തായിരുന്നു? ഈ ഉത്തരമാകുന്ന ഇപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും പിറകോട്ട് പോയാൽ മതി. അതിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളും എനിക്ക് വന്ന ഓപ്ഷനുകളും അതിൽ ഞാൻ തിരഞ്ഞെടുത്ത ചോയ്സുകളൊക്കെ ഉണ്ട് എന്നുള്ള. അപ്പോൾ ഞാൻ എന്തായിരുന്നു ചോദിച്ചിരുന്നത്, ഞാനിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്, അപ്പോൾ മുന്നേ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയാം. അതിന് ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ലല്ലോ, ഇതുപോലത്തെ ഒരു ദുരന്തത്തിന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, അത് ബോണസായിട്ട് കിട്ടിയതാണ്. അതെന്താ കിട്ടലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്നും പേഷ്യൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്നും സറണ്ടറൻസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അതിൽ നിന്നും എന്താണ് സമാധാനമെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമാധാനം എപ്പോഴും സമാധാനമായിട്ട് വരില്ലല്ലോ, ചില സമയത്ത് സമാധാനം ഇല്ലായ്മയായി വന്നിട്ടാണ് ഇപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് സാധനമില്ലേ, അതായിരുന്നു സമാധാനം. ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് വ്യക്തമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ മറന്നു പോകാന്നുള്ള. നമ്മളിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ജീവിതത്തിൽ പിറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളും ചോദ്യങ്ങൾക്ക് വെറൈറ്റി ഓഫ് ചോയ്സുകൾ ഉത്തരങ്ങളായിട്ട് വന്നതും അതിൽ നിന്നും നമ്മൾ എന്തൊക്കെ തിരഞ്ഞെടുത്തു എന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ഉത്തരത്തിൽ നിന്നും ചോദ്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ നമ്മളിവിടെ നിന്നുകൊണ്ട് നമ്മളുടെ ചോദ്യം എന്തായിരുന്നു എന്നൊരു സംഭവമുണ്ട്. വാട്ട് വാസ് മൈ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു എൻ്റെ ചോദ്യം, എന്തായിരുന്നു എൻ്റെ ഉത്തരം എന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഓരോ ഘട്ടത്തിലും പല 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 ചോദ്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ നാവ് കൊണ്ട് ചോദിച്ച, മനസ്സുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മളിവിടെ ജനിച്ച് കഴിയുമ്പം നമ്മൾ പറയാതെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ എന്തിനെങ്ങോട്ട് വന്നേ, ഇതെവിടാണിത്? അതാണ് നമ്മൾ ആദ്യത്തെ ചോദ്യം. നമ്മൾ ചോദിച്ചിട്ടൊന്നുമില്ല, നമുക്ക് അറിയാൻ പോലും ഇല്ല ഇതെന്താ ഇപ്പോൾ പരിപാടി, എല്ലാവരും ചുറ്റിലും നിൽക്കുന്നുണ്ടല്ലോ. മറ്റേ ഇങ്ങനെ സൂമിൻ ചെയ്തിട്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ എന്തേന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഇപ്പോൾ ഇത് പരിപാടി, ഇത് ഏതാ ലോകം എന്ന് ചോദിക്കുമ്പം ഇതെന്താണ്, ഞാനിവിടെ എന്തിന് വരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അമ്മയെടുത്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ സ്നേഹം ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് തോന്നി, ഓ ഇത് കൊള്ളാലോ സാധനം, ഇത് തരാനാണോ വിളിച്ചത്, എന്നാൽ ഓക്കെ. ബാക്കിയുള്ളവർ വരുന്നു ഭക്ഷണം തരുന്നു, കൊഞ്ചിക്കുന്നു, ലാളിക്കുന്നു. അപ്പം ഞാനിവിടെ വന്നത് പരിപാലിക്കപ്പെടാനും പരിലാളിക്കപ്പെടാനുമാണ് എന്ന് പറയാതെ ആ കുഞ്ഞിന് മനസ്സിലായി. അപ്പം ആ പരിപാലനത്തിലും പരിലാളനയിലും അൺകണ്ടീഷണാലിറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ദൈവം തന്ന ഉത്തരാണ്. നമ്മുടെ ചോദ്യത്തിന് പടച്ചോൻ തന്ന ഉത്തരാണത്. നീ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏക ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പരിപാലിക്കപ്പെടുക, പരിലാളിക്കപ്പെടുക. എൻ്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവരിൽ നിന്നും ഞാൻ നൽകിയിട്ടുള്ള പരിലാളനയും പരിപാവനമായിട്ടുള്ള സ്നേഹമൊക്കെ അറിയുക, അനുഭവിക്കുക എന്നതിനാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്താണപ്പം എന്ന് ചോദിച്ചാൽ
ഈ കുട്ടി നോക്കാണ്, ഒരാളെ എന്നെ എന്നും ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കുന്നുണ്ടല്ലോ, മാറോട് ചേർത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ, സമയമാകുമ്പോൾ ഭക്ഷണം തരുന്നുണ്ടല്ലോ, ഞാനൊന്ന് കരയുമ്പേക്ക് ഞെട്ടി ഉണർന്ന് ഓടി വന്നിട്ട് ആട്ടി ആട്ടി ഉറക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ കഥാപാത്രം? കുട്ടിക്ക് അറിയൊന്നുമില്ല. ഇതാരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അതിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവമാണ്, ദൈവികതയാണ്. ദൈവം നിനക്ക് സ്നേഹം എന്താണ്, നിനക്ക് അറിയാത്ത ഒരാളിലൂടെ, നിനക്കറിയാത്തൊരു ശരീരത്തിലൂടെ, ഒരു ഉദരത്തിലൂടെ നിന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതാരാന്ന് പോലും നിനക്ക് അറിഞ്ഞോളണമെന്നില്ല. പക്ഷെ നിനക്കറിയാത്തവരായിട്ട് പോലും നിന്നെ ഒരുപാട് അറിയുന്നവരായിട്ട് അവർ നോക്കുന്നില്ലേ? ഇതുപോലെ തന്നെയാണ് നിൻ്റെ ഉമ്മയിലൂടെ ഉപ്പയിലൂടെ ഒക്കെ നീ അറിഞ്ഞ സ്നേഹം. അതിലൂടെ നീ അറിയേണ്ടത് എന്നെയാണ് എന്നൊരു ഇൻഡയറക്റ്റ് ഒരു സാധനം അവിടെ മാറ്റി വെച്ചിരിക്കുന്നു. അപ്പം അറിയാത്ത ഒരാൾ ഇത്രയും അടുപ്പത്തോടു കൂടി നിന്നോട് ഇടവൈകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നീ സ്ട്രേഞ്ചറാണ് ഈ ഭൂമിയിൽ വരുമ്പം, അതുപോലെയാണ് നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പസിൽ കണ്ടെത്താന്നുള്ളതാണ് നിൻ്റെ ആദ്യത്തെ ചോദ്യം. ഞാൻ ഇവിടേക്ക് എന്തിനു വന്നു? പരിപാലിക്കപ്പെടാൻ, പരിലാളിക്കപ്പെടാൻ, സ്നേഹം അനുഭവിക്കാൻ. എങ്ങനെ അനുഭവിക്കാൻ? നിനക്കറിയാത്തവർ എന്നാൽ നിന്നെ ഏറ്റവും അടുത്തറിഞ്ഞ് നിനക്കായി കാത്തിരിക്കണ പോലെ 9-10 മാസത്തോളം നിനക്കായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ആ അമ്മ. നിന്നെ കണ്ടിട്ടേ ഇല്ല, നീ എന്താണെന്ന് അറിയൂല, നീ ഫ്യൂച്ചറിൽ ആരാകുമെന്ന് അറിയില്ല, നീ തിരിഞ്ഞു കൊത്തോന്നും അറിയില്ല, ഒന്നും അറിയാഞ്ഞിട്ട് പോലും നിനക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മ എങ്ങനെയാണോ കാത്തിരുന്നത്, അതുപോലെ ഞാനും നിന്നോടൊപ്പം തന്നെ നിന്നിട്ട്, നിൻ്റെ കൂടെ നിന്നിട്ട്, നിൻ്റെ കണ്ടനാളത്തോളം അടുത്തിരുന്നിട്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ അന്തരങ്ങളിൽ ഒളിച്ചിരുന്നിട്ട്, മറഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാനും നിന്നെ കാത്തിരിക്കുകയാണ് എന്നൊരു മെസ്സേജാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് കണ്ടെത്താൻ ഓരോ പ്രായം കഴിയുന്നതിനനുസരിച്ചിട്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യം അത് പരിപാവനമായി, പരിലാളനമായി, സ്നേഹമായിട്ട് വരുന്നു. പിന്നെ അതേ സ്നേഹത്തിൻ്റെ ഘട്ടത്തിൽ നിന്നും മാറിയിട്ട് തന്നെ ചിലപ്പോൾ അത് ഒറ്റപ്പെടലായിട്ട് വരാം, നിരാശയായിട്ട് വരാം, ആരുമില്ലാത്ത ഫീലിംഗ് കിട്ടുന്നത് പോലെ വരാം. ഇത്രയും സന്തോഷിച്ച കുഞ്ഞ് തന്നെ കുറച്ച് കഴിയുമ്പം ഉമ്മയെ കാണാണ്ട് കരയുന്നത് നമ്മൾ കാണാറുണ്ട്. ഉമ്മ അങ്ങ് മാറി നിന്നിട്ടുണ്ടായിരിക്കുള്ളൂ, പക്ഷേ കുട്ടിക്ക് അറിയില്ല അടുത്ത റൂമിലാണ് ഉമ്മ ഉള്ളതെന്നുള്ളത്. കുട്ടിക്ക് തോന്നുന്നത് ഉമ്മ എവിടെയോ പോയിരുന്നാണ്. എവിടെയും പോയിട്ടില്ല, ഒരു മറക്കപ്പുറത്ത് ഉമ്മ ഉണ്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഈ കുഞ്ഞ് കരഞ്ഞ് പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടിക്ക് അവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഒരു പക്ഷേ നിനക്ക് തോന്നിയേക്കാം വർഷങ്ങളായി, ദീർഘസമയങ്ങളായിട്ട്, എത്രയോ മാസങ്ങളായിട്ട് നിന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തൊട്ടപ്പുറത്തെ മുറിയിൽ ഒരു 30 മിനിറ്റ് നേരത്തേക്ക് മാറിയിരുന്ന ഉമ്മയെ കാണാണ്ട് ഒരു കുഞ്ഞ് കരയുമ്പം ആ കുഞ്ഞിന് സമയത്തിൻ്റെ ബോധമില്ലാത്തത് കൊണ്ട് ആ കുഞ്ഞിനും ചിലപ്പോൾ നൂറ്റാണ്ട് കാത്തിരുന്ന ഫീലിംഗ് ഉണ്ടാകാം, നൂറ്റാണ്ടുകൾ കാത്തിരുന്ന ഫീലിംഗ് ഉണ്ടാകാം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, ആ ഭാഷ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് തോന്നാണ് എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി. ആ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിലൂടെ ദൈവം നമുക്ക് പസിലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഒരു പക്ഷേ ചിലത് നിനക്ക് മാസങ്ങൾ എടുക്കുന്നത് പോലെ തോന്നും, ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നത് പോലെ തോന്നും. പക്ഷെ അതേ നിനക്ക് തന്നെ ചില വർഷങ്ങളെടുത്ത സംഭവങ്ങൾ, ചില മാസങ്ങളെടുത്ത സംഭവങ്ങൾ, നിമിഷങ്ങളെടുത്തതുപോലെയും തോന്നാറില്ലേ? അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് സമയത്തെ ഒരു വിഷയമാക്കി വെക്കാതെ ഇരിക്കുക. സമയത്തിനും സ്ഥാനത്തിനും അതീതമായിട്ടാണ് ഞാൻ നിന്നെ നോക്കുന്നത് എന്നൊരു മെസ്സേജ് പറയാതെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പടച്ചോൻ നമ്മൾക്ക് വ്യത്യസ്തമായി പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കിയേ, ഒരു മുറിക്ക് അപ്പുറത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് തോന്നുന്നത് എവിടോ പോയി എന്നാണ് തോന്നുന്നത്, ഈ ലോകത്തിൽ എവിടെ ഇല്ല എന്നാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാനത്തിന് അപ്പുറത്തുണ്ടായിരുന്നു. ഈ പ്രപഞ്ചം അത്രയേ ഉള്ളൂ. സൃഷ്ടാവിൻ്റെ വിശാലത വെച്ച് നോക്കുമ്പം ഈ പ്രപഞ്ചം ഒരു മുറിയുടെ അപ്പുറത്തേക്കും ഇല്ല, അത്ര മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു വിളിയുടെ അപ്പുറത്ത്, അടുത്ത് എന്ന രൂപേണ ഉണ്ട് എന്ന രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ സമയം കൊണ്ടും, കുറേ സമയം കൊണ്ടും, വിശാലമായ സമയം കൊണ്ടും, ഇടുങ്ങിയ സമയം കൊണ്ടും, വിശാല മനസ്സുള്ള ആൾക്കാരെ കൊണ്ടും, ഇടുങ്ങിയ മനസ്സുള്ള ആൾക്കാരെ കൊണ്ടും ഒക്കെ തന്നെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇവിടെ എന്തിന് വന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവിതത്തിലേക്കൊന്ന് നോക്കിയേ, നിങ്ങൾ ഓരോരോ കാര്യങ്ങളിലേക്ക് നോക്കിയേ, അവിടെയൊക്കെ നിങ്ങളോട് പറയാതെ നീ എന്തിനാടാ ഇവിടെ വന്നത്, നീ എന്തിനാണ് കുഞ്ഞേ ഇവിടെ വന്നത്. ഒരിക്കലും നിങ്ങളൊരു ശബ്ദ ഗാംഭീര്യമുള്ള ഒരു ഒരു അന്തർവാക്യമായിട്ടോ അല്ലെങ്കിൽ വചനമായിട്ടോ ഒന്നും സൃഷ്ടാവിൻ്റെ ശബ്ദത്തെ എടുക്കാതിരിക്കുക. നിങ്ങളിങ്ങനെ ഉള്ളിൽ പലപ്പോഴും ഒരു അറിയാതെ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക സംഭാഷണം നടക്കും. ദൈവമേ എന്നുള്ള വിളിയും പഠിച്ചോനെ എന്നുള്ള വിളിയും, എന്തെങ്കിലുമൊക്കെ പഠിച്ചോൻ പറയട്ടെ എന്നുള്ള ഇതിൽ ഒന്നുമില്ലെങ്കിൽ കൂടി നമുക്ക് പറയണത് പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നതൊക്കെ തോന്നലുകളെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ ഒരിക്കലും
നമ്മളൊരു എന്താ പറയുക ഭയപ്പെടുത്തുന്ന ശബ്ദം കാര്യങ്ങളൊക്കെ കൊടുക്കാതെ ഒരമ്മ കുഞ്ഞിനെ ലാളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ആ ശബ്ദത്തോട് കൂടിയിട്ട് ആ മാധുര്യത്തോട് കൂടിയിട്ട് എങ്ങനെയാണോ നമ്മളോട് സംവദിക്കേണ്ടത് ആ രീതിയിൽ നിങ്ങളൊന്ന് സംവദിച്ച് നോക്കിയേ, ആ രീതിയിലൊന്ന് കേട്ട് നോക്കിയേ, ആ രീതിയിലൊന്ന് ഇരുന്ന് നോക്കിയേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ലൈഫിൻ്റെ സീക്രട്ട് എന്താണ്, എൻ്റെ ലൈഫിൻ്റെ ബാലൻസ് എവിടെയാണുള്ളത്. അപ്പം കൗതുകം ഉണർത്തിയിട്ട് നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. പൂമ്പാറ്റയെ കാണുമ്പം, അതുപോലെ തന്നെ ഇലകളെ കാണുമ്പം, കാറ്റിനെ കാണുമ്പം കൗതുകം ഉണർത്തിയിട്ട് നിങ്ങളെ പരിശീലിപ്പിച്ചു. ഞാനിവിടെ എന്തിനു വന്നു, നീ ഇവിടെ വന്നത്, നീ എവിടെ നിന്നാണോ വന്നത്, ആ വന്നത് എത്രത്തോളം സൗന്ദര്യാത്മകമാണ്, ഇടത്തിൽ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കാൻ നീ പൂമ്പാറ്റയെ കാണുമ്പോൾ നിനക്ക് കിട്ടുന്ന കൗതുകമില്ലേ, ഒരു ആസ്വാദനമില്ലേ, ആ ആസ്വാദനത്തിൻ്റെ അകത്ത് ഞാനുണ്ടായിരുന്നു. അതാണ് റൂമി പറയുന്നത്, ഒരു സൗന്ദര്യാത്മകമായിട്ടുള്ള പൂവ് കണ്ടിട്ട് നിങ്ങൾ ആ പൂ കണ്ട സമയത്ത് തന്നെ വാവ് എന്നൊരു ഇമോഷൻ, ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജനിച്ച കുഞ്ഞിൻ്റെ അവസ്ഥയല്ലേ, കുട്ടികൾക്കാണ് കൗതുകം കൂടുതൽ ഉണ്ടാകുക എന്ന് പറയും. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾക്കുള്ളിൽ ഉണർന്നാൽ നിങ്ങൾ അവിടെ ദൈവത്തിൻ്റെ ഭംഗി കണ്ടെത്തിയിരിക്കുന്നു. യു ഫൗണ്ട് ദ ബ്യൂട്ടി, യു മെറ്റ് ദ ബ്യൂട്ടി ഓഫ് ദ ക്രിയേറ്റർ ഇൻസൈഡ് ദാറ്റ്. അവിടെ നിങ്ങൾ ആ ഭംഗി കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ കൗതുകമുണർത്തിയിട്ടും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെ മാറി നിന്നിട്ടും പരിഭാവനമായിട്ടും പരിപാലനമായിട്ടും എല്ലാ അവസ്ഥകളിലൂടെയും നീ ഇവിടെ വന്നത്, എല്ലാ അവസ്ഥകളിലൂടെയും അവസ്ഥകളെ സംവിധാനിച്ച് പരിപാലിക്കുന്നവൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ അവസ്ഥകളിലൂടെയും നമുക്കറിയാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. വൈ ഐ ആം ഹിയർ, വൈ ഐ ആം ലിവിങ് ഹിയർ ടു എക്സ്പീരിയൻസ് യു. ഇപ്പോൾ ചിലർ പറയും ഇവിടെ എന്തിനു ജീവിക്കുന്നത് ചോദിച്ചാൽ സെർവ് ചെയ്യാൻ വേണ്ടി ജീവിക്കുന്നു. സെർവ് ചെയ്യണമെങ്കിൽ, സേവനം ചെയ്യണമെങ്കിൽ സേവനം അനുഭവിക്കണം. ആ സേവനമാണ് അമ്മയിൽ നിന്നും അനുഭവിച്ചത്. ആ സേവനമാണ് ആക്ച്വലി പ്രകൃതിയും നമ്മൾ അനുഭവിച്ചത്. പ്രകൃതി നമ്മളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് തന്ന് സേവിക്കുന്നു, വെളിച്ചം തന്ന് സേവിക്കുന്നു, അതുപോലെ തന്നെ കൗതുകമുള്ള കാഴ്ചകൾ തന്ന് സേവിക്കുന്നു. പ്രകൃതി പല പല രൂപേണ നമ്മളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുന്നിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന സമയത്ത് മണ്ണലിടിയുന്നത് കാണുമ്പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇവിടെ വന്ന് നിൽക്കരുത്, ഇതിങ്ങനത്തെ സ്ഥലമാണ്. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ അങ്ങനത്തെ സ്ഥലത്തെത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഇതാരാ പഠിപ്പിച്ചേ, ആരും പഠിപ്പിച്ചല്ല, പ്രകൃതിനെ നമുക്ക് പഠിപ്പിച്ചെന്ന്. ഇങ്ങനെ കാണുട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. വഴുതലുള്ള വഴിയിലൂടെ നടക്കുന്ന സമയത്ത് കാൽ തെന്നി വീണപ്പോൾ നമ്മൾ പഠിക്കുകയായിരുന്നു, പ്രകൃതി പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പം വീണല്ലോ, മനസ്സിലാക്കിയല്ലോ, ഇതിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓ മനസ്സിലായി. ഇങ്ങനെ നമ്മളെ പരിശീലിപ്പിച്ച്, നമ്മളെ പരിപോഷിപ്പിച്ച്, നമ്മളെ ആനന്ദിപ്പിച്ച്, നമ്മളെ സന്തോഷിപ്പിച്ച്, നമ്മളെ കൗതുകത്തിലാഴ്ത്തിയിട്ട് പല പല രൂപേണ നമ്മളെ പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പരിപാലനം അനുഭവിക്കുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ സേവനം അനുഭവിച്ചു. ഇത് അനുഭവിച്ചവൻ ഇനി എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്കത് കൊടുക്കുന്നു. അതാണ് സേവനം, ടു സെർവ്. അവരതിനെ റെപ്രസെൻറ്റേറ്റീവ് ആകുന്നു, പ്രതിനിധിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവാണ് നമ്മളെല്ലാവരും പല പല രൂപേണ. ഒന്നുകിൽ സേവനം നൽകാൻ വേണ്ടിയിട്ട് സേവിക്കപ്പെടുക. ഈ സേവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കൗതുകവും സന്തോഷവും മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേദനകൾ വരും, മുറിവുകൾ വരും, ഒക്കെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് പരിശീലിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശം, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ ആ വഴിയെ പോയി കാല് തന്നെ വീണു, എനിക്ക് സേവനം കിട്ടി, ഞാൻ പരിശീലിച്ചു. അടുത്തത് എന്താണ് എൻ്റെ ദൗത്യം, മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂട്ടം ആൾക്കാരായിട്ട് പോകുമ്പോൾ ഞാൻ പറയും ആ വഴിയെ പോകണ്ട കേട്ടോ, ഓക്കെ ഗുഡ്, മറ്റുള്ളവർക്ക് നമ്മൾ സേവനം നൽകി എന്നുള്ളതാണ്. ഇതുപോലെ നമ്മൾ അനുഭവിച്ച വേദനകളും നമ്മൾ അനുഭവിച്ച യാതനകളും നമ്മൾക്കുണ്ടായ ഒറ്റപ്പെടലുകളും നമുക്കുണ്ടായ നഷ്ടങ്ങളും നിരാശകളൊക്കെ തന്നെ നമ്മളെ പരിശീലിപ്പിക്കുന്നതിലൂടെ ഒരു കാര്യം ഉറപ്പാണ്, മറ്റുള്ളവർക്ക് അത് ഇമ്പാക്റ്റ്ഫുൾ ആകുന്നുണ്ടോ, ഇൻസ്പയറിങ് ആകുന്നുണ്ടോ, ആ അനുഭവങ്ങളൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് പിടിച്ചാൽ പിടിതരാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത രൂപേണയുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നാളെ ഇതുകൊണ്ട് എത്ര പേർക്കായിരിക്കും ഈ വഴികാട്ടലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ പെയിന് കൊണ്ട് സേവനം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ആ പെയിനിനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങളുടെ സ്ട്രെങ്ത്തും വിസ്ഡമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവർക്ക് നാളെ ഒരു സർവീസായിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എത്രയോ ആളുകൾ ലോകത്തിന് സേവനം ചെയ്യാൻ തന്നെയുള്ള കാരണം അവരനുഭവിച്ച ജീവിതങ്ങളായിരുന്നു.
എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഞാൻ ഒറ്റ ഡിസ്ക്ലെയിമർ ഇടാറുള്ളൂ, നമ്മൾക്കുണ്ടായ യാതനകളും വേദനകളും അതിനെ ട്രാൻസ്ഫോം ചെയ്ത് പരിശീലനവും പരിപോഷണവുമാക്കി മാറ്റാതെ അതിനൊരു പരാതിയാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കൊടുക്കുന്ന സേവനമൊക്കെ പരാതിയിൽ നിന്നുകൊണ്ട് റെബല്യസ് ആയിട്ട് റെവല്യൂഷണറി ആയിട്ടായിരിക്കും ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പരാതിയുടെ സ്വരമുണ്ട്, അവിടെ റിയാക്ഷൻ. ഇന്ന് റിയാക്ഷനുകളുടെ കാലഘട്ടമല്ലോ, തൊട്ടതിനും പിടിച്ചതിനൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉണങ്ങാത്ത ഒരു പരാതിയിൽ നിന്നും ഉണ്ടാകുന്ന ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്, ഞാനിവിടെ കാൽ തെന്നി വീണു, ഓക്കെ, ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുത്, അതൊക്കെ നല്ല തീരുമാനമാണ്. പക്ഷേ എൻ്റെ കാലൊരിഞ്ഞ് വീണ് എനിക്ക് വേദനിച്ചല്ലോ, അത് ഞാൻ സഹിക്കൂല എന്നൊരു സാധനത്തിലായി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാറയോടും വഴുതലിനോടും എല്ലാത്തിനോടും പരാതിയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പരിശീലനത്തിന് വന്നിട്ടുള്ള ടീച്ചറോടും പുസ്തകത്തിനോടൊക്കെ ദേഷ്യമാണ്. അത് വന്നിട്ട് കാര്യമില്ല. പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ എല്ലാത്തിനോടുള്ള പരാതികൾ മാറ്റി വെച്ചുകൊണ്ട് അത് പഠനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡു സർവീസ്. അല്ലെങ്കിൽ നമ്മളുടെ സർവീസുകളൊക്കെ ആളുകളുടെ ഗുണത്തിന് എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് ഗുണം ചെയ്യുമ്പോഴേക്ക് വേറെ കുറേ ആൾക്കാരെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ദാറ്റ് ഈസ് ജസ്റ്റ് മാനിപ്പുലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ദൈവികമല്ല എന്നുള്ളതാണ്. കാരണം ദൈവികം എന്നത് തന്നെ വ്യത്യസ്തമായിട്ട് പലതായിട്ട് നമ്മളിവിടെ നിലനിൽക്കുന്നതിലാണ് ദൈവികത ഉള്ളത്. ഒന്ന് മാത്രം നിലനിൽക്കുന്നതിലല്ല. ഉദ്യാനത്തിൽ എങ്ങനെയാണോ പൂന്തോട്ടത്തിൽ എങ്ങനെയാണോ വ്യത്യസ്ത പൂക്കൾ നിലനിൽക്കുന്നത്, അങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം, വ്യത്യസ്ത ഭാവങ്ങളുണ്ടായിരിക്കാം, വ്യത്യസ്ത അനുഭവങ്ങളുണ്ടായിരിക്കാം. വേദനയിലൂടെ പരിശീലിപ്പിക്കപ്പെടുന്നവനും ഇപ്പുറത്ത് ആസ്വാദനത്തിലൂടെ പരിശീലിപ്പിക്കപ്പെടുന്നതും കൗതുകത്തിലൂടെ പരിശീലിപ്പിക്കപ്പെടുന്നവനും പരിപാലനത്തിലൂടെ പരിശീലിക്കപ്പെടുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും പരിശീലിപ്പിക്കപ്പെടുക തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വല്ലാത്തൊരു പരീക്ഷണമായി പോയില്ലേ എന്നതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും പരിശീലനത്തിലാണില്ലേ എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ദ മെയിൻ ടേക്ക് അവേ. അപ്പോൾ പരാതികളില്ലാതെ വേണം നമ്മൾ പരിശീലനത്തിൽ പങ്കെടുക്കാൻ. ഇനി പരാതികൾ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിലൂടെ കടന്നു പോകുന്നതിലൂടെ എത്രത്തോളം ആൾക്കാരുടെ പരാധീനതകൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഗോ അഹെഡ്, നമ്മൾ മുന്നോട്ട് പോവുക തന്നെ എന്നുള്ളതാണ്. അത് നമുക്ക് തരാൻ പോകുന്ന ഒരു സ്ട്രെങ്ത്ത് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ സ്ട്രെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും, നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടുമെന്നുള്ളതാണ്. ഹൗ ടു റിമൂവ് ദാറ്റ് പാറ്റേൺ ഫ്രം മൈൻഡ്, ഹൗ ടു അവോയ്ഡ് എൻ്റെ കാല് വേദനിച്ചത് ഞാൻ മറക്കൂല മൈൻഡ് സെറ്റ്. ഇതെങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നല്ലതിനും ചില കാര്യങ്ങൾ മാത്രം നമുക്ക് നല്ലതിനല്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ലൈഫിനെ നമ്മൾ എന്താക്കിയെടുക്കുക, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്ലെസ്സിങ് എന്ന രൂപേണ തന്നെ എടുക്കുക എന്നുള്ളതാണ്. അതിനർത്ഥം എല്ലാവരും നല്ലതായതുകൊണ്ടൊന്നല്ല, എല്ലാവരും നല്ല ആൾക്കാർ കൊണ്ടൊന്നല്ല. ഇപ്പം എനിക്ക് ഞാനിവിടുന്ന് മരിച്ചു പോകുമ്പോഴേക്ക് ചെയ്ത് തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഓഫീസിൽ വന്ന് ഇവിടെ വന്ന് ഗൈഡ് ടോക്ക് എടുക്കുമ്പോൾ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടുമ്പോഴും അതിൻ്റെ ഭാഗം തന്നെയാണ് അതൊക്കെയെന്ന് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു ഹോൾ പർപ്പസിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടോട്ടലി ഫൈൻ. എനിക്കിവിടെ വന്ന് ചിലപ്പം വിസ്ഡം പറയാൻ ഒരു പക്ഷേ 2 ദിവസം മുന്നേ എന്നെ ആരോ വന്ന് തല്ലിപ്പോയിട്ടുണ്ടായിരിക്കാം. അതെൻ്റെ പേഴ്സണൽ കാര്യമായിരിക്കാം. അങ്ങനെ ആരും തല്ലിയിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കേണ്ട. അപ്പം അത് പേഴ്സണൽ കാര്യമായിരിക്കും. പക്ഷെ അതൊരു പേഴ്സണൽ കാര്യമാക്കാതെ ആ തല്ലലിൽ നിന്നും കിട്ടിയ ആ പ്രഹരത്തിൽ നിന്നും കിട്ടിയിട്ടുള്ള ജ്ഞാനമായിരിക്കാം ഒരു പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പകർന്നു തരേണ്ടത്. അപ്പോൾ അതിനും കാരണമുണ്ട്, അതിനും ബന്ധങ്ങളുണ്ട്. എവ്രിതിങ് ഈസ് കണക്റ്റഡ് ആൻഡ് ഹോളിസ്റ്റിക്കലി കളക്റ്റീവ്ലി നമ്മളെ ലൈഫിനൊരു വിഷൻ്റെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, ഒരു മിഷൻ്റെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മീതിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പ്രിയോറിറ്റൈസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെക്കാളും കൂടുതൽ നമ്മളെ കാര്യങ്ങളെ വ്യക്തമായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യുന്നവനാണ് മുകളിലുള്ളവൻ. അപ്പോൾ അവൻ്റെ പ്രിയോറിറ്റി എന്താണ് ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കുമ്പം എൻ്റെ പ്രിയോറിറ്റി എന്ന് മാറിയിട്ട് കം ടു ദ പ്രിയോറിറ്റി ഓഫ് ദ പേഴ്സൺ ഹു മേഡ് ഇറ്റ്. നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളിലും മുകളിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് പ്രിയോറിറ്റൈസ് ചെയ്ത് എനിക്ക് സെറ്റ് ചെയ്ത് തന്ന ഡിസൈനറുടെ അവെയർനെസ്സിലൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എനിക്ക് പരാതി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ സ്റ്റൂളിനോട് അല്ലെങ്കിൽ ആ സ്റ്റാൻഡിനോട് ആ ബെഞ്ചിനോട് ആ പാറയോട് ആ പൂപ്പലിനോട് പരാതി ഉണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പരാതികൾ മുഴുവനും സൃഷ്ടിയോടുള്ള പരാതി സൃഷ്ടാവിനോടുള്ള അങ്ങനെയാണ് നേരിട്ട് സൃഷ്ടാവിനോട് പരാതിയിലേക്ക് എത്തിയിട്ട് അവിടെ പറഞ്ഞു തീർക്കുക, മറ്റുള്ളതിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യം കിട്ടാനുള്ള കാരണം. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഹോളിസ്റ്റിക്കലി എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നതാണ്. അതും നമ്മളെ മനസ്സ് പാകപ്പെടണം. അത് പാകപ്പെടുത്താനാണ് നമ്മളെ മനസ്സൊന്നും വിട്ട് കളയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് പഠിക്കാനാണ്, അത് പരിശീലിക്കാനാണ്. എത്തുന്നതുകൊണ്ട് ഒറ്റയടിക്കൊന്നും വിട്ട് കളയാനും നമുക്ക് പറ്റുമൊന്നുമില്ല. അതിനോടൊപ്പം ഇരുന്ന് നമ്മുടെ ബോധ്യത്തിൽ വിസ്ഡം ഉണ്ടായിരിക്കും. ഇങ്ങനെയല്ലേ ഞാനിതിനെ നോക്കി കാണേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ചോദ്യത്തിൽ പോലും ഉണ്ടല്ലോ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ. അങ്ങനൊരു മാനസികാവസ്ഥ ഒരു പാറ്റേൺ ആയിട്ടിരിക്കും. ഇതിനെങ്ങനെ പുറത്തേക്ക് വരുന്ന പറഞ്ഞാൽ നമ്മുടെ പ്രിയോറിറ്റിയിൽ ഇതെനിക്ക് വേണ്ട, ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത്, ഇതല്ലേ ഞാനിതും പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ പരിശീലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ നമ്മൾ മാറ്റണമെന്ന് കരുതിയ പലതിപ്പം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. എങ്കിൽ അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ബോധ്യത്തിലുണ്ടോ ഇതല്ല എനിക്ക് വേണ്ടതെന്ന്, വെരി ഗുഡ്, ഗോ അഹെഡ്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു പോയിന്റ് എത്തുമ്പം അത് നമ്മളെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള വിഷയങ്ങളായിരിക്കാം എന്നുള്ളതാണ്. ഇത്ര ഈസി ആയിട്ട് ലൈഫിനെ നോക്കി കാണുക, ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മളെ ടൈം ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി നമുക്ക് അടുത്ത വീക്കിൽ കുറച്ചുകൂടി നല്ല വിസ്ഡംസ് ഒക്കെ പറയാം. ആൻഡ് ഓൾസോ നാളെയാണ് നമ്മുടെ ഗൈഡഡ് കോഡ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്. അപ്പം പലർക്കും അറിയാം, ഐ തിങ്ക് 57 or 58 ബാച്ചാണ് അടുത്ത ഗൈഡഡ് കോഡ് വരുന്നത്. ഈ GT എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു അവയർനെസ് ആണ്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഒന്നുമല്ല. ഓരോ GT കഴിയുമ്പോഴും കുറേ ചോദ്യങ്ങൾ ബാക്കിയാവും. പക്ഷേ ആ ബാക്കിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ കഴിയുന്നിടത്തോളം ഉത്തരം തരാനാണ് ഞാൻ വീണ്ടും എന്ത് ചെയ്യണത്, GTകൾ നടത്തിക്കൊണ്ടേയിരിക്കണേ. അപ്പോൾ ഒരു GTയിൽ ബാക്കിയത് വേറെ GTയിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂറ്റി നമുക്ക് ആവശ്യമാണ്. അപ്പം ഒരു കുറച്ച് സമയത്ത് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്ന കാര്യം കൊണ്ടോ ഇനിയിപ്പോൾ ഒരു 10-15 സെക്കൻഡ് ഇടുന്ന റീല് കൊണ്ടോ ഒന്നും നമുക്കൊരു കാര്യം കൺവേ അത് സ്പെസിഫിക്കലി ഒരു കാര്യത്തെ നമുക്ക് അവെയർ ആകാൻ മാത്രം സഹായകമാകുള്ളൂ എന്നുള്ള. അപ്പോൾ GT ആണെങ്കിലും ഒരു വീക്കിലേക്ക് നമുക്കൊന്ന് ചാർജ് ചെയ്യാനും ഒരു അവെയർനെസ്സിനും കുറേ കാര്യങ്ങൾ ക്ലാരിറ്റിയിലേക്ക് എത്താനും. പക്ഷെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കണക്ടിവിറ്റി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇഫക്റ്റീവായിട്ട് പോകണമെങ്കിൽ അതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് പോകണം. അതാണ് ആക്ച്വലി ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞാൽ. ഗൈഡഡ് കോഡ് നമുക്കൊരു 100 ഡേയ്സിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ കുറച്ചുകൂടി കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വർക്ക്ഷോപ്പുകളിലേക്ക് നമ്മളെപ്പോഴും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വർക്ക്ഷോപ്പുകളും ഉണ്ട്, ഫ്രീ സെഷൻസും ഉണ്ട്. പിന്നെ ഈ ഫ്രീ സെഷനിൽ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്പാർക്ക് കിട്ടാൻ നമുക്കിപ്പോൾ ചില റീലുകളോ കാര്യങ്ങളോ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ പലതും ഉണ്ടായിരിക്കും. ഓരോന്നിനും ഓരോ മോഡാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവൻറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവൻറ്റുകൾ ഒരു 1 ഡേ ഈ കാര്യങ്ങളൊന്ന് ബോധവൽക്കരിക്കാനും അതുമായി ബന്ധപ്പെട്ട ചെറിയ പോയിന്റ് എടുത്തിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. സോ ഓരോത്തിനും ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ഗൈഡഡ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഇൻ്റഗ്രേഷനാണ്, വർക്ക്ഷോപ്പ് മോഡലുള്ള ഇൻ്റഗ്രേഷൻ. നാളെ നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ചെയ്യാത്ത താല്പര്യമുള്ള ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, ഗൈഡഡ് കോഡിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു പ്രയാസവും ഇല്ല. GT ഇവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ GTയിലൊക്കെ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പോകുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും നമ്മൾ പറഞ്ഞതിനെ എക്സ്ട്രീം ആക്കരുത് എന്നുള്ള. ഞാനെപ്പോഴും എക്സ്ട്രീമിസത്തിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്. അപ്പോൾ മൈൻഡ് പവർ കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ശൈലി നോക്കി കഴിഞ്ഞാൽ ഞാനെപ്പോഴും അതിലെ മിസ്ഗൈഡൻസിനെ മിത്തിനെ ഒക്കെ എപ്പോഴും എക്സ്ട്രീമിസത്തിൽ എപ്പോഴും താഴ്ത്തും. ഒരു എക്സ്ട്രീമായിട്ട് ഒരിക്കലും പോകാൻ വേണ്ടി പാടില്ല. ഞാൻ പറയാറുണ്ട്, ഒരു അഡ്രിനാലിൻ റഷല്ല നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനിവിടെ നിങ്ങളെ പുളകം കൊള്ളിക്കുന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ റിത്തം നിങ്ങൾക്കറിയാം. അത് ആക്ച്വലി എൻലൈറ്റൻ ചെയ്യിപ്പിക്കുന്ന, സ്പാർക്ക് ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞ് കണക്ട് ചെയ്ത് പോകാമെന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളിലുള്ള ഒരു ഇന്നർ വോയിസ് നിങ്ങളോട് സംസാരിക്കണ പോലെ തന്നെ പോകാമെന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആരെങ്കിലും ഗൈഡഡ് കോഡിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഈ മന്തിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം റൂമി നൈറ്റാണ്. അപ്പം റൂമി നൈറ്റ് ഞാൻ ഫസ്റ്റ് ഒരു പരീക്ഷണാർത്ഥത്തിൽ നമ്മൾ അസോസിയേറ്റ്സിൻ്റെ ഒരു ഗൈഡ് സിറ്റിംഗ് നടത്തിയപ്പോൾ അതിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ റൂമി നൈറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ കൂടുതലെത്തിയത്. അപ്പോൾ ജൂലൈ 19 സാറ്റർഡേ ഈവനിങ് ഒരു 4 to 9, ചിലപ്പോൾ 9:30 വരെ പോകാം, ആണ് റൂമി നൈറ്റ് വരുന്നത്. ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. വളരെ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, 799 rupees മാത്രം. ഒരു 4-4.5 മണിക്കൂർ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ജലാലുദ്ദീൻ റൂമിയുടെ വിസ്ഡം ഒന്ന് പറഞ്ഞ് ചെറിയൊരു മെഡിറ്റേഷനൊക്കെ ചെയ്ത്
അങ്ങനെ പോവാം. പിന്നെ ഞാൻ പറയുന്നു ഇങ്ങനത്തെ പ്രോഗ്രാമിലൊന്ന് വരുമ്പോൾ ഒരിക്കലും എൻ്റെ ഇന്ന പ്രോബ്ലം സോൾവ് ആക്കാൻ എന്ന് കരുതിയിട്ട് വരരുത്. ഇതൊരു പ്രോബ്ലം സോൾവിങ് പ്രോഗ്രാം അല്ല ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും. റൂമിനേറ്റ് ഗൈഡഡ് ടോക്ക്, റൂമീനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വന്നിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ആയി പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ സ്പെസിഫിക്കലി ഒതൻറ്റിക്കലി ഒരു പ്രോബ്ലത്തെ ഫിക്സ് ചെയ്യുന്ന പരിപാടിയല്ല. ഇറ്റ്സ് എൻ എക്സ്പീരിയൻഷ്യൽ പ്രോഗ്രാം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ പ്രശ്നമായിട്ട് കാണുന്നുണ്ടാവുള്ളൂ, ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ ഇത് ഗുണം ചെയ്യും. യഥാർത്ഥമായ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിക്കാൻ ഇതൊക്കെ ഗുണം ചെയ്യും. മാത്രമല്ല ഭയങ്കര റിലീഫ് കാര്യങ്ങൾ നമുക്ക് കിട്ടാനും കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആകാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ റൂമിനേറ്റ് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അത് അതിൻ്റെ മോഡ് അറിഞ്ഞുകൊണ്ട് തന്നെ പലർക്കും പെട്ടെന്ന് ഇത് ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 80% സ്ലോട്ട്സ് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് റൂമിനൈറ്റിൻ്റെ എന്നുള്ളതാണ്. നമ്മൾ ചെറിയൊരു ഹോളൊക്കെ എടുത്ത് ആ ഒരു സെറ്റപ്പിൽ തന്നെ ചെയ്യണത്. അപ്പോൾ കുറച്ചുകൂടി സീറ്റ് ബാക്കിയുണ്ടാവും. മേ ബി 2 ദിവസം കൊണ്ടൊക്കെ അത് ഫുള്ളാവാൻ ചാൻസ് ഉണ്ട്. ഐ എം തിങ്കിങ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു മോഡ് നോക്കിയിട്ട് എല്ലാ മാസത്തിലും ഒരു ഓഫ്ലൈൻ റൂമിനായിട്ട് ഗ്യാതറിങ് നടത്താൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടും ആക്ച്വലി ആലോചിക്കുന്നുണ്ട്. 799 799 രൂപയാണ് ഫീ പറഞ്ഞിട്ടുള്ളത്. ഫീ എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റൂമിനൈറ്റിൽ കാണാം. പിന്നെയുള്ള അപ്ഡേറ്റ്സൊക്കെ ഇപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് GCTP 18ാമത് ബാച്ച് കോച്ചസിൻ്റെ പ്രോഗ്രാം ഈ 21st നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പ്രീ ട്രെയിനിങ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കോച്ചസൊക്കെ ആവാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പം അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ അവിടെ അവസരങ്ങളുണ്ട്. ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ഒന്നിനെയും ഹാർഡാക്കാതിരിക്കുക, ഒന്നിനെയും എക്സ്ട്രീം ആക്കാതിരിക്കുക എന്നാണ് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ശരി, അടുത്ത വീക്കിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ ഇത് ഗുണം ചെയ്യും തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് യൂട്യൂബിലുണ്ടാവും, അവർക്ക് അയച്ചു കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം അവർക്കൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞായറാഴ്ച അവിടെ ഫ്രീ ആയിട്ട് പരിപാടി നടക്കല്ലേ, അവരൊക്കെ കൂട്ടി വരാനും കൂടി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്, ഓൾ ദ ബെസ്റ്റ്, ബൈ.